والعزيز الغفار والملك الجبار غافر الذنب وقابل التوبة صلى الله على محمد وعلى آل محمد. സർവാദരണീയരായ സഹോദരന്മാരെ, സഹോദരന്മാരെ, വിശുദ്ധമായ ഒരു മാസത്തിൻ്റെ പ്രാഥമികമായ മണിക്കൂറുകളിൽ നമ്മൾ ചിലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പ്രതീക്ഷയിലും സന്തോഷത്തിലുമാണ് സത്യത്തിൽ നമ്മൾ ഇന്ന്. നമ്മുടെയൊക്കെ മനസ്സ് ലോകത്തെ മനുഷ്യരുടെ തന്നെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ തപിച്ചുകൊണ്ടിരിക്കുന്നൊരു മനസ്സാണ്. ഈ കഴിഞ്ഞ റമദാനിനും ഈ റമദാനിനുമിടയിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട പ്രിയങ്കരരായ, നമ്മുടെ ജീവിതത്തിൽ പല നിലക്കും സ്വാധീനങ്ങൾ ചെലുത്തിയ, നമ്മുടെ ജീവിതത്തിന് തണുപ്പും സാന്ത്വനവുമേകിയ ഒട്ടനവധി മനുഷ്യർ ഈ കാലയളവിൽ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഓരോ ദിവസത്തിലും കനപ്പെട്ട ചില വേർപാടുകൾ നമുക്കുണ്ട്. എന്തൊക്കെ ആയാലും നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നൊരു സത്യം എപ്പോഴും റെഡിയായിരിക്കണം. ഇപ്പം നമ്മുടെ അടുത്ത് 10 പൈസ വായ്പ ചോദിച്ചാൽ നമുക്ക് പറയടാ, ഫണ്ടായിട്ടില്ല, പൈസ ആയിട്ടില്ല, റെഡിയാകുമ്പോൾ പറയാട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ, സാധാരണ നമ്മൾ പറയാറുള്ളതാണ്. അതെ, നമുക്കൊന്ന് ആലപ്പുഴ വരെ പോകണം, അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോകണം, നീ റെഡിയായോ? ഇല്ല, ഞാൻ റെഡിയായിട്ടില്ല. നാളെ നീ ഓക്കെ ആണോ? ഇല്ല, ഞാൻ നാളെ ഓക്കെ അല്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോകാം. ആ, എന്നാൽ ശരി. ഇതൊക്കെ അവധികളാണ്. ഇതൊക്കെ നാം ഇപ്പോൾ തയ്യാറല്ല, എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല എന്നൊക്കെ പറയുന്ന മറുപടികളാണ്. പക്ഷേ ഒരു മറുപടിക്കും സ്ഥാനമില്ലാത്ത, വന്നു കഴിഞ്ഞാൽ വാ പോകാം എന്ന് പറയുന്ന ഒന്നാണ് ഈ ദുനിയാവിൽ നിന്നുള്ള നമ്മുടെ വേർപാട്. രാവിലെ സ്കൂട്ടർ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉറപ്പുമില്ലാത്തൊരു ജീവിതമാണ് സത്യത്തിൽ നമ്മുടെ. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത പെരുന്നാളാകട്ടെ, അടുത്ത റമദാനാകട്ടെ, വെള്ളിയാഴ്ച ആകട്ടെ, നാളത്തെ സുബിയാവട്ടെ എന്ന് കരുതാൻ വയ്യ. അതുകൊണ്ടായിരിക്കണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വല്ലു കസ്വലാത്തി മുവദ്ദിഅൻ. നിങ്ങൾ ഒരു റക്അത്താണ് നമസ്കരിക്കുക. ഐച്ഛികവും അനൈച്ഛികവുമായ ഒരു ദിവസത്തിൽ ഒട്ടനവധി നമസ്കാരങ്ങളുള്ള ആളുകളാണ്, അല്ലേ? നിർബന്ധ നമസ്കാരങ്ങൾ കൂടാതെ സുന്നത്തൊക്കെ നിസ്കരിക്കുന്ന ആൾ, ഏത് നിസ്കാരമായിക്കോട്ടെ, ഇപ്പോൾ ദുഹ നിസ്കരിക്കുന്ന ഒരാളായാൽ പോലും ആ നമസ്കാരം നിൻ്റെ അവസാനത്തെ നമസ്കാരമാണ്. ഒരു വേർപ്പെടുന്നവൻ്റെ നമസ്കാരം അതാണ് മുവദ്ദിഇൻ്റെ നിസ്കാരമായിരിക്കണം. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓക്കെ ആയിരിക്കണം. ഈ മെമ്പറിൽ നിന്ന് ഇതുപോലെ കയറി നിങ്ങളോട് സംസാരിച്ച് തുടങ്ങുന്ന ഞാൻ എവിടെ ഇത് അവസാനിപ്പിക്കുന്നു എനിക്ക് യാതൊരു ഉറപ്പില്ല. ഞാൻ ഇപ്പോൾ ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അത് എനിക്കൂടി ബാധകമാണൊരു കാര്യമാണല്ലോ. ഞാനല്ലാത്ത ബാക്കി എല്ലാവർക്കും ഈ സംഭവം ഉണ്ടാവും. ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ പറയണത് ഇല്ല, എന്തെങ്കിലും ഒരു ആത്മാർത്ഥക്കുറവ് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഞാൻ ഇന്നും ഇന്നലെയൊക്കെ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കാറുള്ളൊരു വിഷയമാണ്. എൻ്റെ ഭാര്യയെ സംബന്ധിച്ചു അവളോട് ഞാൻ പറയാം, എൻ്റെ കടം എത്രയാണോ അത് അവൾക്കറിയാം. ഇനി എനിക്ക് ഉള്ള സ്വത്തിൽ ഏതൊക്കെ ചെലവഴിക്കണമെന്നതിനെക്കുറിച്ച് വസിയത്ത്. ഇപ്പം ഈ പള്ളിയിൽ ഒരുപക്ഷെ എൻ്റെ സംസാരം അവൾ കേൾക്കേണ്ട, എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ആൾ. ഞാൻ അവളോട് പറഞ്ഞു വെച്ചിരിക്കുക, ഞാനിങ്ങ് മരണപ്പെട്ടു പോയാൽ വസിയത്തുകളുണ്ടല്ലോ, വിൽ, അതിൽ എന്തിനൊക്കെ കൊടുക്കണം, എത്ര ഒക്കെ കൊടുക്കണം, ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക. എന്താ കാര്യം? നമ്മൾ വെറുതെ ഭാര്യനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അതേ ഞാൻ മരിച്ചു പോയാൽ ഒന്നുമില്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട.
ഈ അടുത്ത് കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനായ വ്യവസായി, നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ വീട് താമസമുണ്ടായിരുന്നു മലബാറിൽ. 5 ദിവസം നീണ്ടു നിന്ന ഒരു വിവാഹം ആണ്. എല്ലാ ആളുകളെയും ക്ഷണിച്ച്, ഞാൻ അതിലേക്കൊന്നുമല്ല പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോമേഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു കേർട്ടൻ അവിടെ വന്ന് ചലിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാബിൽ, ഒരു മൊബൈലിലും ഒരു ടാബിലുമാണ് ആ വീട് മൊത്തം. അവിടെ മോട്ടർ ഇടണമെങ്കിൽ ഒക്കെ ഇവിടെ സ്വിച്ച് ഉണ്ട്. അദ്ദേഹം ഈ സമയത്ത് ദുബായിലാണ് എങ്കിൽ അവിടെ നിന്ന് ഏതൊക്കെ ലൈറ്റ് ഇടാം, എല്ലാ സംഗതികളും. സാധാരണ ചില സിസ്റ്റങ്ങളൊക്കെ ഭാഗികമായിട്ടായിരിക്കും. പക്ഷെ ആ വീട്ടിൽ ഹദീഖ എന്ന പേരാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ ആളുകൾ കൂടുതൽ, കാരണം അത്ര മനോഹരമായി കോടികൾ ചെലവഴിച്ചൊരു വീടാണ്. അതിൻ്റെ ഉള്ളിലേക്കൊരു ഈച്ച, ശരിയാണ്, കയറാൻ പറ്റൂല, അത്ര ബന്ധസ്ഥ. പക്ഷെ അസ്രായേലിന് ഈ ബന്ധനങ്ങളൊന്നും ബാധകമല്ല. ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ്. എവിടെയും ഏത് സമയത്തും എന്നാലും ഈ സമയത്ത് അങ്ങനെ പറഞ്ഞുകൂടാ. ഇങ്ങനെ നൈമിഷികമായൊരു ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിക്കത് ഉണ്ടാകുമ്പോൾ ഒരു ധൈര്യമാണ്. അവൻ ഞായറാഴ്ച റെഡിയാണ്, അവൻ തിങ്കളാഴ്ച റെഡിയാണ്, അവൻ സുബൈക്ക് മുമ്പ് റെഡിയാണ്, സുബൈക്ക് ശേഷം. സുബൈക്ക് ബാങ്ക് കേട്ട് എഴുന്നേറ്റു, വധു എടുത്തു, റവാത്തിബിൻ്റെ 2 റക്അത്ത് സുന്നത്ത്, അത് വീട്ടിൽ നമസ്കരിക്കലാണ് പ്രവാചകൻ്റെ ചര്യ. അങ്ങനെ വീട്ടിൽ നമസ്കരിച്ചു, എന്നിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, എന്നിട്ട് വീടൊക്കെ പൂട്ടി നേരെ പള്ളിയിലേക്ക്. ലിക്കുല്ലി ഖത്വത്തിനില സ്വലാത്തി സ്വതക്ക, ആ വയ്ക്കുന്ന ഓരോ കാലടിയിലും കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയാണ്, അതിലും പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചു. അങ്ങനെ ആ ഖത്തുബത്തുകൾ ഓരോന്നും ചവിട്ടി പള്ളിയിലെത്തി. ഒരു ജീവിതമാണ്. അപ്പോഴും റെഡിയായിരിക്കണമെന്ന്. കാരണം ഈ വിളി ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടോ? നീ എന്നെ രാത്രി 12 മണിക്ക് ശേഷം, അല്ലെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ശേഷം നീ എന്നെ വിളിക്കട്ടോ, അപ്പോൾ ഞാൻ പറയാം ബാക്കി കാര്യങ്ങൾ, എപ്പോൾ പോകണം, എന്ത് ചെയ്യണം, എത്ര എൻ്റെ കയ്യിലുണ്ടാകും. ഇന്ന് ലോകം മുഴുക്ക മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അത് കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്ന വിഷയമാണ്. പക്ഷേ ആ വിളി അങ്ങോട്ടില്ല. മറ്റേ ആൾ വരുന്നിടത്ത് ഒരു തടസ്സമൊന്നും ബാധകമല്ല. അത് ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഭദ്രമായ കൊട്ടാരങ്ങൾക്കകത്താണ് നിങ്ങളെങ്കിലും നിങ്ങളുടെ റൂഹ്, ആത്മാവിനെ അവൻ കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നു. സാധ്യം. ഏതായാലും ഇതൊക്കെ എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ നന്നാവാനും മര്യാദക്കാരാകാനും പടച്ചവൻ്റെ മുമ്പിൽ രക്ഷപ്പെടാനൊക്കെ ആത്യന്തികമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിക്കേണ്ട ബോധ്യവും ബോധവുമാണ് സത്യത്തിൽ ഇത്. നമുക്കറിയാം, നമ്മളൊക്കെ ഹിദായത്ത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു മനുഷ്യൻ്റെ വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞത് എല്ലാം കിട്ടി. അല്ല, ഈ റമദാൻ വന്നിട്ട് ഒരു നോമ്പ് പിടിക്കാൻ കഴിയാത്ത വണ്ണം ഒരു വിശ്വാസപരമായി താഴെത്തട്ടിലാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? ഇപ്പോൾ ഹജ്ജിനും ഇവർക്കൊക്കെ പോകുന്നുണ്ട്, ഇഷ്ടംപോലെ പൈസയുള്ള ആളുകളുണ്ട്. അള്ളാഹു തൗഫീക്ക് കൊടുക്കണം, അതിന് ഹിദായത്ത് കൊടുക്കണം, പിന്നെ ആ അമലുകൾ ചെയ്യാനുള്ള ഭാഗ്യവും അവസരവും കൊടുക്കണം. പള്ളിയിൽ വന്ന് ഇമാമിൻ്റെ കീഴിൽ നമസ്കരിക്കുക ഒരു മനുഷ്യന് കിട്ടുന്ന വലിയ ഭാഗ്യം അല്ലേ? ഒരു നേരം നിസ്കരിച്ചാക്കി 27 ഇരട്ടി കൂലിന എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 27 ദിവസമാകും. നമ്മുടെ ഒരു മാസം, ഈ മാർച്ച് 27 മാസമാകും. നമ്മുടെ ശരാശരി ആയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞനുസരിച്ച് 60-70 അല്ലേ? അഅ്മാർ ഉമ്മത്തി 60 വ 70. അങ്ങനെ കണക്കൂട്ടിയാൽ ഒരു ദിവസം 27 ദിവസവും ഒരു മാസം 27 മാസമായി കഴിഞ്ഞാൽ ഇനി 55 വയസ്സ് കൂട്ടിയാൽ മതി. ഇപ്പോൾ 60 വയസ്സൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ 5 വയസ്സ് വാപ്പാടെ മറ്റേ വീട്ടിൽ തന്നെ ഇരുന്ന് 5-ാം വയസ്സ് 6-ാം വയസ്സ് തൊട്ടായിരിക്കും വാപ്പാടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് വന്നു തുടങ്ങിയത്. അന്നാണ് റുക്കും സുജൂദൊക്കെ കൃത്യമായിട്ട് പഠിച്ചതെന്ന് കൂട്ടിക്കോ. ഈ 55 കണക്കൂട്ടിയാൽ ഏകദേശം ഒരു 1400 കൊല്ലം ചെയ്ത, നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, സൗകര്യം പോലെ കണക്കൂട്ടിയായി. എൻ്റെ ഒരു മനക്കണക്ക് വെച്ച് ഞാൻ കൂട്ടിയതാണ്.
1400 കൊല്ലത്തെ ആയുസ്. അതായത് പണ്ട് ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലം നമുക്കറിയാം. എത്ര കൊല്ലം അദ്ദേഹം ജീവിച്ചു? 950 കൊല്ലം. എവിടെയോ ഞാൻ വായിച്ചത് ഓർക്കുന്നുണ്ട്. നൂഹ് നബി 900 കൊല്ലം, 900 വർഷം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം 950. എന്തു ആയിക്കോട്ടെ, ആയുസ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു. നമ്മുടെ ഈ ആയുസ് ഇത്ര എത്തി. ഇത്രയും ആയുസ് ദൈർഘ്യമുള്ള ആളുകൾ അത്രയും കാലം ചെയ്ത ഇബാദത്തിന് തുല്യമാകുന്നൊരു ഇബാദത്തിൻ്റെ പ്രതിഫലം കിട്ടാൻ മാത്രം അള്ളാഹു ഏർപ്പെടുത്തിയൊരു മഹാസൗഭാഗ്യമാണ് ഈ ജമാഅത്ത് നിസ്കാരം. അതിനാണ് പടച്ചോൻ്റെ വീട്. അല്ലെങ്കിൽ നമുക്കൊക്കെ വീടില്ലേ, അവിടെ ഭംഗി നമ്മൾ കൂട്ടിയിട്ടില്ലേ, അവിടെ സൗകര്യങ്ങളില്ലേ, നിസ്കാരമുറിയില്ലേ. പക്ഷേ ഈ സൗഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര തിരക്കിൻ്റെ ഇടയിലായാലും ശരഈയല്ലാത്ത, അതായത് ശരഈയായ കാരണങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചാൽ നമ്മളെത്തും. ഇതൊക്കെ നമുക്ക് പരലോകത്ത് പ്രതിഫലമായി കിട്ടണമെന്ന്. അങ്ങനെ ഒരു മനുഷ്യൻ അള്ളാഹു ഹിദായത്ത് കൊടുക്കാനും നന്നാക്കാനും അതുപോലെ അവൻ്റെ ഇഹപര സൗഭാഗ്യങ്ങൾക്ക് പാത്രീഭൂതരാകാനുള്ളൊരു മനുഷ്യനാക്കാനും അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ചോ എന്താ ചെയ്യുക? ആളെ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ചൊരു പരാമർശം ഖുർആൻ നടത്തുന്നുണ്ട്. അള്ളാഹു നന്നാക്കാൻ തീരുമാനിച്ച ആൾക്ക് അള്ളാഹു ആദ്യം എന്താ കൊടുക്കുക? ഒരു കളരിപ്പയറ്റ് പഠിക്കുന്ന ഒരാൾ ആദ്യം ചെല്ലുമ്പോൾ അവൻ ആദ്യം എന്തെങ്കിലും എടുത്ത് കൊടുക്കില്ല. അവന് ചില ഇതാ കൊടുക്കുക, വ്യായാമ മുറകളൊക്കെ കൊടുക്കുക, പിന്നീട് ആയുധങ്ങൾ കൊടുക്കുക. ഓരോന്നിനും ഇതുണ്ടല്ലോ. അള്ളാഹു ഒരു മനുഷ്യനെ നന്നാക്കാൻ തീരുമാനിച്ചാൽ അവന് ആദ്യം ആവശ്യമുള്ള സാധനം എന്താ? ചിന്തിച്ചിട്ടുണ്ടോ? ഈ ബാക്കിയൊക്കെ ഉണ്ടായാലും ആ സാധനം ഇല്ലെങ്കിൽ എവിടെയും അവൻ എത്താൻ പോണില്ല, അവൻ നന്നാവൂല. അവൻ്റെ പെരുന്നാളും അവൻ്റെ നോമ്പൊക്കെ പലതും കഴിഞ്ഞു പോയിട്ടുണ്ടാവും, പലതിലും അവൻ കയറി മറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ കാര്യം ഉണ്ടാവില്ല. ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഫമൻ യുരിദില്ലാഹ് അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹ്. സൂറത്തുൽ അൻആം. അള്ളാഹു ആരെയാണോ മാർഗദർശനം ചെയ്യുക അഥവാ സന്മാർഗം കാണിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുക, അള്ളാഹ് എന്താ ചെയ്യുക? യശ്റഹ് സദ്റ, അവൻ്റെ ഹൃദയം വിശാലമാക്കും. എന്നിട്ട് തൊട്ടടുത്ത് അള്ളാഹു പറയുന്നുണ്ട് വമൻ യുരിദ് അൻ യുദില്ലഹു, ആരെയാണോ അള്ളാഹു പിഴപ്പിക്കാൻ ഉദ്ദേശിക്കുക, വഴിതെറ്റിയ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുക. അങ്ങനെയുണ്ടല്ലോ മനുഷ്യന്മാരുടെ ഈ രണ്ടു കൂട്ടരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് യജ്അൽ സദ്റഹു ലയ്യികൻ ഹറജൻ, അള്ളാഹു അവരുടെ ഹൃദയത്തെ ഇടുങ്ങിയതാക്കും, ഹറജൻ വളരെ സങ്കുചിതമാക്കും. നമ്മൾ ജയിക്കോ തോക്കോ എന്ന് അറിയാൻ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഏറ്റവും ഒരടയാളമാണ്. അപ്പുറത്തുനിന്ന് ആരെയും നോക്കണ്ട. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ പള്ളിയിൽ വന്നിട്ട് പഠിച്ചോനെ അവൻ്റെ കൽബൊക്കെ ഒന്ന് വിശാലാക്കി കൊടുക്കണേ, അവൻ്റെ ഹൃദയം, അവൻ്റെ പോക്കും ജീവിതവും കണ്ടോ, അവൻ്റെ ഹൃദയമൊക്കെ ഒന്ന് വിശാലാക്കി കൊടുക്കണേ, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. മഹാനായ ഖലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിനോട് സംസാരിച്ച പ്രവാചകൻ. ആ പ്രവാചകൻ എങ്ങോട്ടാ പോണേ? ആരുടെ അടുത്തേക്കാ പോകാനാ അള്ളാഹ് പറയണേ? ഇദ്ഹബ് ഇലാ ഫിറഔന ഇന്നഹു തഗ. ദേ വല്ലാത്ത പോക്കിരിയും തോന്നിയവാസിയുമായി ഫറോവ മാറിയിരിക്കുന്നു, അതുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോകും. ഇത് പടച്ചോൻ കൽപ്പിക്കുകയാണ്. മൂസാ നബി റെഡിയായി. മൂസാ നബി തയ്യാറായിട്ട് ഒന്നാമത് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മളൊക്കെയാണ്. പടച്ചോനെ, ഞാൻ ഈ കുരുത്തം കെട്ടവൻ്റെ അടുത്തേക്കാണ് പോണത്, അവൻ എന്തൊക്കെ വിളിച്ചു പറയും, എന്തൊക്കെ ചെയ്യാറിഞ്ഞൂടാ, അതുകൊണ്ട് അവൻ്റെ ഹൃദയം ഒന്ന് വിശാലാക്കി കൊടുക്കണേ. അങ്ങനെ ഒരു പ്രാർത്ഥന മൂസാ നബി പ്രാർത്ഥിച്ചില്ല. മൂസാ നബി പ്രാർത്ഥിച്ച് റബ്ബിശ്റഹ് ലീ സ്വദ്രി, നമ്മൾ കാണാതെ പഠിച്ച പ്രാർത്ഥന. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പിന്നെയും പറയേണ്ട കുറേ കാര്യങ്ങൾ. എന്താ പറഞ്ഞത്? ഒന്നാമത് ചോദിക്കുകയാണ് റബ്ബിശ്റഹ് ലീ സ്വദ്രി, എനിക്ക് ഹൃദയം വിശാലമാക്കി തരണം. എൻ്റെ ഹിദായത്ത് സൽഫലമുള്ളതാക്കി തീരണമെങ്കിൽ, എൻ്റെ ജീവിതം സാർത്ഥകമാകണമെങ്കിൽ, എനിക്ക് മോക്ഷം സിദ്ധിക്കണമെങ്കിൽ, എൻ്റെ ജീവിത പാന്താവ് തെളിച്ചമുള്ളതാകണമെങ്കിൽ, എൻ്റെ അന്തിമ ജയം എനിക്ക് ലഭ്യമാകണമെങ്കിൽ
ആദ്യം തന്നെ വിശാലാകണ സാധനമാണത്. ഈ പള്ളി അല്ലേ, അത് എത്ര വിശാലമാവണം അത്ര സന്തോഷമാണ് നമുക്ക്. നമ്മുടെ വീട് ഇടുങ്ങിയൊരു മുറിയിൽ താമസിക്കുന്ന അതാണോ നമുക്കിഷ്ടം, അതോ അല്പം വിശാലതയുള്ളതോ? വിശാലത നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് പുറത്ത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ അകത്ത് ഇല്ല. ഖുർആൻ ഇങ്ങനെ ഒരു ആയത്ത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, പടച്ചോനെ ഇങ്ങനെയൊക്കെ ഉണ്ടൊരായത്ത്. പടച്ചോൻ അവിടെ പറയുന്ന ഒരു വാക്കെന്താണെന്നറിയോ? ഫമൻ യുരിദില്ലാഹ, അള്ളാഹു ഉദ്ദേശിക്കുന്നു ആ യഹ്ദിയെ, ഒരാളെ സന്മാർഗത്തിലാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ യശ്റഹു സദ്റു, ഫസ്റ്റ് അള്ള ചെയ്യണെന്താ? അവൻ്റെ സദർ അങ്ങോട്ട് വിശാലാക്കുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പല അനുഗ്രഹങ്ങളും ചെയ്തു, മുഅ്ജിസത്തുകൾ നൽകി, പലതും ചെയ്തു. അതിൽ ആദ്യം അള്ളാഹു എടുത്തു പറയുന്ന കാര്യതാ നമ്മൾ പഠിച്ചാൽ സൂറത്തുൽ ഇൻശിറാഹ്. ആദ്യം തന്നെ ഇപ്പം നമ്മൾ സാധാരണ ഒരാൾക്ക് വിസ കൊടുത്തിട്ട് ഗൾഫിൽ വിട്ടാൽ പറയില്ലേ, അവൻ ഇവിടെ ജംഗ്ഷനിൽ വലിയോളത്ത് ജംഗ്ഷനിൽ വന്നേക്കും പറയും, ഓ എടാ ഞാനായിട്ടാ നിനക്ക് വിസ തന്നത്, നീ ഇപ്പോൾ കാശായി ഇതൊക്കെയായി എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ മക്കൾക്കാരും പറയില്ലേ, നിനക്ക് നീ കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ നിന്നെ നല്ല വിദ്യാഭ്യാസം നൽകിയത് ഈ വാപ്പായാണ്, നിനക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ നീ ഉച്ച മുതിർന്നു കഴിയുമ്പോൾ നീ കിടന്ന് വീട് വയ്ക്കാൻ പ്രയാസപ്പെട്ട ഈ വാപ്പല്ലേ പൈസ തന്നെന്ന് പറയല്ലോ. ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലോട്ടും. ആദ്യം തന്നെ പടച്ചോൻ ചോദിക്കുക, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റകല്ലദീ അൻഖള ളഹ്റക. പിന്നെ പറയുന്നുണ്ട് വറഫഅനാ ലക ദിക്റക ഒക്കെ പറയും. ആദ്യം പടച്ചോൻ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുക, റബ്ബിശ്റഹ് ലീ സദ്രി, എനിക്ക് ആദ്യം വേണ്ടത് ഹൃദയവിശാലത. ഇന്ന് എവിടുത്തെ പ്രശ്നം നിങ്ങൾ പരിശോധിച്ചു? എവിടുത്തെ പ്രശ്നം? ഇന്ന് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ സ്വന്തം കൂടപ്പിറപ്പുകളെ കണ്ണിൽ ചോരയില്ലാതെ വെട്ടിക്കൊന്ന അഫാനടക്കം എൻ്റെ ജില്ലയിൽ അഥവാ എറണാകുളം ജില്ലയിൽ പറവൂര് ചേന്നമംഗലത്ത് അയൽപ്പക്കക്കാരായ 3 ആളുകളെ 2 ആഴ്ച മുമ്പ് അത് ഹുതുബയുടെ ഒരു വിഷയത്തിൽ പരാമർശിച്ചു പോയതാണ്. അത് കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത ആളോടെ കൊന്നു. ഇപ്പോൾ ഒരു ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടി 15 വയസ്സുകാർ, ആരാന്ന് ആലോചിക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ചെവിക്ക് പിടിച്ച് തിരിച്ച് നമ്മുടെ ഒപ്പം നിർത്തി ഇവിടെ നിൽക്കടാന്ന് പറയുന്ന പ്രായമായിട്ടുള്ളൂ. ആ മക്കൾ തീർത്ത് കളയാണ്, തലയോട്ടേക്ക് തല്ലിപ്പൊട്ടിക്കുക. ഒന്ന് തോണ്ടേം പിച്ചേം ഒരു കുത്തൂത്തൊന്നുമല്ല. വിശാലത എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് നിനക്കല്ലാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചോൻ ചോദിക്കാൻ ആദ്യം തന്നെ നമ്മൾ കനപ്പെട്ടൊരു സാധനം ചോദിക്കുക ഒരാൾ, നിനക്ക് ഞാൻ അത് ചെയ്തില്ല, അപ്പം മിണ്ടാട്ടുള്ള ആ ശരിയാണ്, എനിക്ക് അങ്ങനെ ചെയ്തു തന്ന ആളാണ്. അപ്പം അള്ളാഹ് ചോദിക്കുക, അലം നശ്റഹ് ലക സദ്റക, നിനക്ക് വിശാലമായൊരു ഹൃദയം അത് ഞാൻ നൽകിയില്ലയാണ്. എന്നിട്ട് പിന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം 2 കാര്യം ഇവിടെ പറഞ്ഞു. ഒരു മനുഷ്യനെ അള്ളാഹു സന്മാർഗത്തിലാക്കാൻ തീരുമാനിച്ചാൽ അവൻ്റെ ഹൃദയം വിശാലാക്കും. ഇനി ഒരു മനുഷ്യനെ അള്ളാഹു വഴിപിഴപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ പദാണ് വലദ്ദാല്ലീൻ എന്നാണ് ഫാത്തിഹയുടെ അവസാനം നമ്മൾ പറയണം. ഇതുവരെ നമ്മൾ മാറ്റിയിട്ടില്ല. അത് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് മാറ്റി പറഞ്ഞിട്ടില്ല. നമ്മൾ നിസ്കരിക്കുന്ന മുഴുവൻ നമസ്കാരത്തിലും വഴി തെറ്റിയവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത്ര ഗൗരവമുള്ളൊരു വിഷയമാണത്. അത് വേറെ പഠിക്കേണ്ട സംഗതി തന്നെ. ആ പദാണ് അള്ളാഹു വിധിച്ചത്. ഒരു മനുഷ്യനെ വലാലത്തിലാക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ യജഅൽ സദ്റഹു ദയ്യികൻ, അവിടെയൊക്കെ മനസ്സ് ഇടുങ്ങിയതാക്കും. ഹറജൻ, സങ്കുചിതമാക്കുന്ന. ഓരോ വീട്ടിലെ പ്രശ്നം പരിശോധിച്ചോ, സംഘടനകളിലെ പ്രശ്നം പരിശോധിച്ചോ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള പ്രശ്നം പരിശോധിച്ചോ, സ്കൂളുകളിലും കോളേജുകളിലുള്ള പ്രശ്നം പരിഹരിച്ചോ, ഓഫീസ് സ്റ്റാഫുകൾക്കിടയിലുള്ള പ്രശ്നം അന്വേഷിച്ചോ, എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുക. വിശാലതയിൽ നിന്ന് ഇടുക്കത്തിലേക്കുള്ള മനുഷ്യൻ്റെ സഞ്ചാരം എത്രമാത്രം ആപൽക്കരമായൊരു സഞ്ചാരമാണ് അതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട. എന്നെ അള്ളാഹു അനുഗ്രഹിക്കുന്നുണ്ടോ, എൻ്റെ ഹിദായത്ത് സുരക്ഷിതമായി എൻ്റെ പക്കലുണ്ടോ എന്നറിയാൻ തൊട്ടപ്പുറം ഇപ്പുറം നോക്കണ്ട. ഫിറഔന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിൽക്കണ്ട, അവനോന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചാൽ മതി. ആ ഹൃദയമാണ് വിശാലായാൽ പ്രശ്നമെല്ലാം സോൾവ് ചെയ്യപ്പെടുമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം.
ഇവിടെയാണ് പ്രയാസം അല്ലേ. ഒരു സഹാബി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ വരുന്നതിന് മുമ്പേ പറഞ്ഞല്ലോ, സഹാബികൾ ബ്ലാങ്കാണ് ആ സമയത്ത്. പെട്ടെന്നാണ് റസൂൽ പറഞ്ഞത്, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ കടന്നു വരും. അപ്പം ഇത് പറയുമ്പോൾ ഞാനാണിപ്പോൾ ഇത് പറയുന്നതെങ്കിൽ നിങ്ങളൊക്കെ ആ വാതിൽക്കേക്ക് നോക്കും. ഇതിലേക്ക് കടന്നു വരപ്പോൾ ആകെ ഒരു വാതിലിപ്പോൾ ഞാൻ കാണുന്നുള്ളത്. അപ്പോൾ എല്ലാവരും നോക്കും. അപ്പോൾ ഒരാളും കൂടെ കടന്നു വരാം. അത്ര ഫെമിലിയർ അല്ല അവിടുത്തെ ഈ ആൾ. ആ ആൾ കടന്നു വരുമ്പോൾ സ്വർഗാവകാശിയായ ആൾ കടന്നു വരും എന്ന് പറയുമ്പോൾ തന്നെ ഒരാൾ ചെരുപ്പ് തൂക്കി താടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഇറ്റി ഒലിച്ച് അയാൾ പള്ളിയിലേക്ക് കയറി വരാം. സഹാബികൾക്ക് കൗതുക. ഈ സംഭവമൊക്കെ പലവട്ടം കേട്ട ആളുകളാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇത്രമാത്രം സ്വർഗത്തിന് പിന്നെ പ്രാപ്തനാകാൻ മാത്രം എന്താണെന്നറിയാൻ വേണ്ടി കൗതുകം കൊണ്ട് അതിഥിയായി 2-3 ദിവസം ഒരു സഹാബി താമസിച്ചവിടെ. അവസാനം ചോദിച്ചു, ഞാൻ ചുരുക്കി പറയാം, എന്തപ്പം ഇതിൻ്റെ കസ്റാറ്? അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗാവകാശി ഒരാൾ കടന്നു വരുമെന്ന് ആദ്യമായിട്ട് പറഞ്ഞൊരു സംഭവം എന്തപ്പത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, ഞങ്ങൾ ചെയ്യാത്ത കൂടുതലായ ഒന്നും താങ്കളുടെ പ്രവർത്തനങ്ങളിലില്ല. നമ്മളിതൊക്കെ കുറേ പഠിക്കണ്ട കേട്ടോ. നമ്മൾ പലതും ചെയ്യല്ലേ. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നമ്മൾ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്നുണ്ട്, അതുപോലെ അഗതികളെ സഹായിക്കുന്നുണ്ട്, യത്തീമുകളെ സഹായിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചോളാം. സ്വർഗാവകാശി ആകാൻ അയാൾക്കുള്ള യോഗ്യത അള്ളാഹുവിൻ്റെ റസൂൽ എത്ര ആളുകളെ അള്ളാഹുവിൻ്റെ റസൂൽ അത് പഠിപ്പിച്ചത്. അവിടെ ആരൊക്കെയുണ്ട്? കിബാറു സഹാബ എല്ലാവരും ഉണ്ട്. ബദറിലും ഉഹുദിലും പങ്കെടുത്ത ആളുകളുണ്ട്. അപ്പോൾ കൂടുതലൊന്നും ഇദ്ദേഹം ചെയ്യണ കാണാറില്ല. പിന്നെ എന്താ ഇത്രേ ഉള്ളൂ. പ്രഭാത പ്രദോഷങ്ങൾക്കിടയിൽ ശ്രദ്ധിച്ചോട്ടാ. അപ്പം ഞാനിങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ പള്ളിയിലേക്ക് കടന്നു വരുന്ന ഓരോ ആളുകളും എൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളും അവനോടൊക്കെ എനിക്ക് വിദ്വേഷമാണ്, എനിക്ക് അരിശാണ്, എനിക്ക് ദേഷ്യമാണ്, എനിക്ക് പകയാണ്. നമ്മൾ പരാജയപ്പെട്ടു പോവാണ്. ആരുടെ മുന്നിൽ? പടച്ചോൻ്റെ മുന്നിൽ. പടച്ചോൻ്റെ കണക്കിൽ തോറ്റ് തുപ്പിയിട്ട ആളുകളാണ്. 10ാം ക്ലാസ്സിൽ തോറ്റ് അവിടെ തന്നെ നിൽക്കുന്ന ആളുണ്ടല്ലോ, അതാണ്. നമ്മൾ എത്ര താടി നരച്ചും മുതിർന്നാലും ശരി, ഹൃദയം വിശാലമായില്ലെങ്കിൽ നാമാവശേഷമാകുമെന്നതിൻ്റെ ഉദാഹരണം. പ്രഭാത പ്രദോഷങ്ങൾക്കിടയിൽ എനിക്ക് ആരോടും ഒരാളോടും ഒരു വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല എന്ന്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഒരു നമസ്കാര ശേഷം സഹാബികളോട് ചോദിച്ചത്, അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ആരാ മെച്ചപ്പെട്ടവർ? ഇപ്പം ഞാൻ മെച്ചപ്പെട്ട ഒരാളാണ് എന്ന് എനിക്ക് പറയാം, വേറൊരാൾക്ക് വേണമെങ്കിൽ പറയാം. സഹാബികളോട് ചോദിക്കാമല്ലോ, ഏറ്റവും മെച്ചപ്പെട്ടവരാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുന്നത്. അയ്യുന്നാസി അഫ്ളൽ, അഫ്ളലായ ആളുകൾ ആരാണെന്നുള്ളത്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മഹ്മൂമുൽ ഖൽബ് അല്ലേ, കുല്ലു മഹ്മൂമുൽ ഖൽബ് വസദൂഖുൽ ലിസാൻ. 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന് മഹ്മൂമുൽ ഖൽബാണ്, മറ്റൊന്ന് സദൂഖുൽ ലിസാൻ. അറബി ഭാഷയിൽ പെട്ടെന്ന് മനസ്സിലാകുന്നത് സഹാബികൾക്ക് മനസ്സിലായി, സദൂഖുൽ ലിസാൻ മനസ്സിലായി. വാക്കുകളിൽ സത്യസന്ധത പുലർത്തുന്നവർ. അവരുടെയൊക്കെ നിലവാരം ഒന്ന് ആലോചിച്ചോളൂ. നമുക്കിന്നതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വാക്കിലെ സത്യസന്ധത. നിസ്കരിക്കാൻ ഞാൻ റെഡിയാണ്, നെഞ്ചത്ത് കൈ കെട്ടാൻ ഞാൻ റെഡിയാണ്, പിന്നെ റമദാൻ കിറ്റ് വിതരണം ചെയ്യാൻ ഞാൻ റെഡിയാണ്, തറാവി നിസ്കരിക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ സത്യസന്ധമായി സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. സുന്നിക്ക്, മുജാഹിദിന്, ജമാഅത്തിന്, ഈ ലോകത്ത് ഏതൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവർക്കൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരുപാട് വിഷയമുണ്ട്. പക്ഷേ സത്യം പറയുന്ന കാര്യത്തിൽ എല്ലാം ഏകകണ്ഠമായി. പക്ഷെ അവിടെ നമ്മൾ ഒന്നാമത് തെറ്റിക്കുക. സ്വദൂഖുൽ ലിസാൻ ഞങ്ങൾക്ക് മനസ്സിലായി റസൂലേ. എങ്കിൽ എന്താണ് മഹ്മൂമുൽ ഖൽബ്? അവിടെ പറയുന്നത് മഹ്മൂമുൽ ഖൽബ് എന്ന് വെച്ചാൽ ലാ ബഗയ വലാ ഗില്ല വലാ ഇസ്മ വലാ ഹസദ്. വളരെ സിമ്പിളാണ്. നബിയുടെ ഒരു മറുപടിയും ആളുകളെ ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ടില്ല. ആരാണ് മഹ്മൂമുൽ ഖൽബ്? മഹ്മൂമുൽ ഖൽബ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ, വാക്കിൽ സത്യസന്ധത പുലർത്തുന്ന ആളുകൾ. ശരി, പിന്നെയോ ബഗയോ, യാതൊരു വിരോധമോ പകയോ വഞ്ചനയോ പാപമോ അതുപോലെ ഹസദ് അസൂയയോ ഒന്നും തീണ്ടാത്ത ഹൃദയവുമായി ജീവിക്കുന്നവർ അള്ളാഹുവിന് മുന്നിൽ ശ്രേഷ്ഠരാണ്. ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതെന്നാണ്. പ്രവാചകന്റെ പാഠം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ,
സുബൈക്ക് മുതൽ ചിലപ്പോൾ പള്ളിയിലുള്ള ആളുകൾ ഉണ്ടാവും. എല്ലാ ആളുകൾക്കും വരാൻ പറ്റിയൊരു വക്കത്താണെന്ത് സുബൈ. ആ സമയത്തും പള്ളിയിലുള്ള ആളാണ്. എൻ്റെ ഒരു സ്നേഹിതൻ ഖുത്ബ പറയാൻ പോകുന്ന സ്ഥലത്തെ അവിടെ എന്ന് ജുമഅക്ക് എന്നാലും രണ്ട് ആളുകളുണ്ട്. ഒരാൾ ആ അറ്റത്ത് ഉണ്ടാകും, ഖുർആനോതുണ്ടാവും. ഒരാൾ പള്ളിയുടെ ആ അറ്റത്ത് ഖുർആനോതുണ്ടാവും. ചെല്ലും, അസ്സലാമു അലൈക്കും, രണ്ടുപേരും നിസ്കരിക്കും. അങ്ങനെ ഇവരെ സ്ഥിരം കാണും, സന്തോഷമാണ്. ഇപ്പം നമ്മളൊക്കെ ഇങ്ങനെ പള്ളി ചെല്ലുമ്പോൾ എന്നും നേരത്തെ വന്ന് ഖുർആൻ ഓതുന്ന ആളുകൾ നമ്മൾ ഉള്ളുകൊണ്ട് ദുആ ചെയ്യും അവർക്ക്. പഠിച്ചോനെ അല്ലാഹ് ഖൈറാക്കി കൊടുക്കണേ, ദീർഘായുസ്സും ആരോഗ്യവും നൽകണേ, ആഫിയത്ത് നൽകണേ, ആ നന്മകൾ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കണം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ വരേണ്ട പ്രാർത്ഥന. എന്തായാലും ഇദ്ദേഹം എല്ലാ വെള്ളിയാഴ്ച ഇതുപോലെ കാണും. അങ്ങനെ പെരുന്നാളിന് ഖുത്ബക്ക് ചെന്നപ്പോഴും ഇവരാ സദസ്സിലിട്ട്. അപ്പം അന്ന് ഖുത്ബയിൽ പെരുന്നാളാണല്ലോ, വ്യക്തി കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉർ റഹം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗം തീണ്ടുകയില്ല. ആലോചിച്ചോ, ദൂരം കഷ്ടപ്പെട്ട് എത്ര സുബഹി, എത്ര രാത്രി തഹജ്ജുദ് നമസ്കാരങ്ങൾ, എത്ര വിത്റുകൾ, ഇതൊക്കെ നിസ്കരിച്ചിട്ട് പോകേണ്ട സ്ഥലം, നമ്മൾ കൊതിച്ച് കാത്തിരിക്കുന്ന സ്ഥലം, വിശ്വാസികളുടെ ഗേഹമായി അള്ളാഹു പരിചയപ്പെടുത്തിയ സ്വർഗപ്പൂങ്കാവനത്തിലേക്ക് കുടുംബബന്ധം മുറിച്ചോൻ പ്രവേശിക്കൂല എന്ന് ഒരു ഹദീസും അതിൻ്റെ ബന്ധങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ രണ്ട് സ്ഥലത്തിരുന്ന് ഓതിയിരുന്ന ആളുകൾ ഈ മറ്റേ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയാ, ഭയങ്കര കരച്ചിൽ. ഇവർ വേർപിടല്ല എന്ന് പറഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞിട്ടും ഇവർ ആ കെട്ടിപ്പിടുത്തം, ആശ്ലേഷണം അവസാനിക്കുന്നില്ല എന്നർത്ഥം. അങ്ങനെ ഖത്തീബായ നമ്മുടെ സുഹൃത്ത് തന്നെ എന്ത് ചെയ്തു, രണ്ടുപേരും ഇതാക്കി, എന്താണ് നിങ്ങളെ ഞാൻ എപ്പോഴും കാണുന്നത്, എന്ത് പറ്റി, എന്താണ്? അപ്പോൾ ഒരു സന്തോഷം കൊണ്ടായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇതെൻ്റെ ജ്യേഷ്ഠനാണ്, കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ മിണ്ടിയിട്ടില്ല. 2 ജ്യേഷ്ഠന്മാർക്കും മാതാപിതാക്കൾ ദീൻ കൊടുത്തുകൊണ്ട് എന്തായി, പള്ളി എന്താണെന്നും ഖുർആൻ പാരായണം എന്താണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ വന്നാൽ മോശമായി പോകുന്നു നമ്മളെപ്പോലെ ചിന്തിക്കാത്തതുകൊണ്ട് അവർ നേരത്തെ പള്ളിയിൽ വരും, ഖുർആൻ ഓതും, അവരെ കിട്ടുന്ന പ്രതിഫലം വെച്ചു. പക്ഷേ സ്വർഗം നിങ്ങൾക്ക് നേടൂല, കുടുംബബന്ധം മുറിച്ചോ എന്ന് കേട്ടപ്പോൾ രണ്ടുപേർക്കും സഹിക്കാൻ പറ്റിയില്ല, പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അതിലൊരാൾ പറയാ, ജ്യേഷ്ഠൻ പറയാ, ഞാനെങ്ങാനും ഇന്നലെ മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഇവനോ മരണപ്പെട്ടു പോയെങ്കിൽ, ഇന്നലെ മരണപ്പെട്ടു പോയെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗം ആര് തരും? ആലോചിക്കട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, അള്ള ഒരു മനുഷ്യനെ സന്മാർഗത്തിലാക്കാൻ തീരുമാനിച്ചാൽ അവൻ ആദ്യം വിശാലമാകേണ്ടത്. അതുകൊണ്ട് ഈ വിശാലതയുടെ നിരന്തരമായ അടയാളങ്ങളായിരുന്നു പ്രവാചകൻ. അത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, നീ ഇവരോട് അലിവുള്ള രൂപത്തിൽ പെരുമാറി, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും എന്ന് പറയുന്നുണ്ട്. വളരെ സൗമ്യനാണ് എൻ്റെ റസൂൽ, അള്ളാഹു നിയോഗിച്ചയച്ച ദൂതൻ മനുഷ്യരോട് സൗമ്യതയിൽ പെരുമാറുന്നവനാണ്. ആ സർട്ടിഫിക്കേഷന് ശേഷം പടച്ചോൻ പറയുന്നൊരു വാക്കുണ്ട്, അത് എന്നോടും നിങ്ങളോടൊക്കെയാണ്. എന്താ? വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക്. നീയെങ്ങാനും പരുഷഹൃദയനും ചാടിക്കടിക്കുന്നവനും എല്ലാത്തിനെയും വെട്ടി നിരപ്പാക്കുന്നവനും വാശിയും വൈരാഗ്യവും തീർക്കുന്നവനും അവനെ കണ്ടാൽ എങ്ങനെ വെട്ടി താഴെയിടാമെന്ന് ചിന്തിക്കുന്നവനുമാണ് എങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക് എന്ന് പറഞ്ഞാൽ, നമ്മളീ മുത്തുനബി എന്നും നമ്മുടെ മനസ്സിലെ മാണിക്യക്കൊട്ടാരം എന്നൊക്കെ വിളിക്കുന്ന റസൂലുണ്ടല്ലോ, ആ റസൂലിൻ്റെ അടുത്ത് ഒരാളും നിൻ്റെ അടുക്കൽ ഉണ്ടാവുകയില്ല മുഹമ്മദേ എന്നാണ് പറഞ്ഞത്. എന്നാലോചിക്കേ, പ്രവാചകൻ്റെ തൗഹീദിനുള്ള അംഗീകാരം മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകണമെങ്കിൽ പ്രവാചകൻ്റെ ഹൃദയം വിശാലമാകണം. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അധികവും വിധവകളാണ്. അവരവരുടെ ജീവിതത്തിൽ പ്രവാചകൻ അവരോട് കാണിച്ച ആ സ്നേഹത്തെക്കുറിച്ചൊന്ന് ആലോചിച്ചൊക്കെ. എല്ലാം ആ കൽബ്. ഒരു ഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ വികാരഭരിതയായി അല്പം ദേഷ്യം കലർന്ന സ്ത്രൈണതയിൽ പെരുമാറിയൊരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട്, ആയിഷ ആയിഷ ഇങ്ങോട്ട് നോക്കിയേ, അലൈക്കി ബിർ റിഫ്ഖ് വ ഇയ്യാക്കി ബിൽ ഉർഫ്. രണ്ട് വാക്ക പറയുന്നു. ആയിഷ, റിഫ്ക്ക് വേണം കേട്ടോ, നിനക്കുണ്ടാവേണ്ടത് റിഫ്ക്കാണ്, ആർദ്രതയാണെന്ന. ആർദ്രത എവിടെ ഉണ്ടാവാം? ആർദ്രത വിശാലമായ ഹൃദയത്തിലുണ്ടാവും.
എന്നിട്ട് പറഞ്ഞു ഇയ്യാക്കി, നീ എന്നും എപ്പോഴും എല്ലാ കാലവും നീ സൂക്ഷിക്കണം അൽ ഉനുഫ്, പാരുഷ്യം, കാഠിന്യം. ഇത് നമ്മളൊക്കെ പഠിക്കേണ്ട സംഗതിയാണ്. നമ്മൾ മറ്റോരും നന്നാൻ വേണ്ടി കാത്തുക. റമദാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. റമദാനിലെ മാത്രം ഒരു വിഷയമല്ല, അത് മനസ്സിലാക്കിക്കോ. അപ്പോൾ അഫാൻ്റെ വിഷയവും ഷഹബാസിനെ കൊന്നവരുടെ വിഷയവും ഋതു എന്ന് പറയുന്ന ചേന്നമംഗലത്തൊരു അയൽപ്പക്കക്കാരായ 3 ആളുകളെ നിർദാക്ഷിണ്യം വെട്ടിയും തട്ടിയും കൊന്നും മുട്ടിയും ഒക്കെ കൊലപ്പെടുത്തിയ ഇവരുടെയൊക്കെ മനസ്സിൻ്റെ പ്രശ്നം എന്താണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ലോകത്ത് ഏതർത്ഥത്തിലും ഏത് തരത്തിലും വലിയ 2 രാഷ്ട്രങ്ങളുടെ തലവന്മാർ ചരിത്രത്തിൽ അത്യപൂർവമായ പബ്ലിക് ടെലികാസ്റ്റിങ്ങിനിടയിൽ ന്യൂസ് പത്രപ്രവർത്തകർക്കിടയിൽ നിന്ന് നമുക്ക് സംസാരിച്ച് നമ്മൾ കണ്ടില്ല. യുക്രൈൻ്റെയും US-ൻ്റെയും ഒക്കെ നേതാക്കന്മാർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ജനലക്ഷങ്ങളും മരിച്ചോട്ടെ, തൻ്റെ അധികാരമാണ് നെതന്യാഹുവിന് പ്രധാനമെന്നുകൊണ്ട് തന്നെ ഗസയിലെ ആ മണ്ണിൽ എത്രയോ ഉമ്മമാരും മക്കളും ആണ് പിടഞ്ഞു വീണ് മരിച്ചത്. വലിയ തലം തൊട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയ തലം വരെയും ഈ കടുംപിടുത്തം നമ്മൾ നശിപ്പിക്കുന്നുണ്ട്, ഈ ലോകത്തെ ഇടങ്ങേറിലാക്കുന്നുണ്ടെന്നാ. ഏറ്റവും ചുരുങ്ങി നമുക്കൊന്ന് രക്ഷപ്പെടട്ടെ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഈ ചെങ്ങായനെ അള്ളാഹ് നന്നാക്കാൻ തീരുമാനിച്ചതിൻ്റെ അടയാളം എന്താ? യശ്റഹു സദ്റഹു, അവൻ്റെ സ്വദർ വിശാലമായിരിക്കുന്നു എന്ന്, അവൻ്റെ ഹൃദയം വിശാലമായിരിക്കുന്നു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലൊരായത്ത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നമ്മളെ ജീവിതത്തിൻ്റെ ഏത് തലവും നോക്കിക്കോ, ചില വിഷയങ്ങളായിട്ട് മാത്രം കണക്റ്റഡാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വിഷയം എല്ലാത്തിനും കണക്റ്റഡാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പുണ്യം നേടാൻ സാധിക്കുകയില്ല. ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചിലവഴിക്കുന്നത് വരെ. ഈ ചിലവഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ അക്കൗണ്ടിൽ കിടക്കണ പൈസ അല്ലല്ലോ, ആണോ? ആരാ തീരുമാനിക്കേണ്ടത്? ഈ കൽബ് തീരുമാനിക്കും. കൽബിന്ന് വരണം. മഹാനായ അബൂ ത്വൽഹ അല്ലേ, അൻസാരിയായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, അബൂ ത്വൽഹത്തുൽ അൻസാരി എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പ്രഗത്ഭനായ ഒരു കച്ചവടക്കാരൻ. മക്കയുടെ തെരുവുകളിൽ ഒക്കാതെ അടക്കമുള്ള ചന്തകളിൽ കച്ചവടം ചെയ്ത് തെളിയിച്ച കച്ചവടത്തിലെ വിപ്ലവകാരിയായിരുന്നു അബൂതർ. പക്ഷേ മക്കയിൽ മദീനയിലെത്തിയപ്പോൾ ഒന്നും ഉണ്ടായില്ല. അങ്ങനെയാണ് എനിക്ക് ചന്ത ഒന്ന് കാണിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് അദ്ദേഹം ഒരുപാട് സമ്പാദിച്ചു. അപ്പോഴാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. നിങ്ങൾക്ക് പുണ്യം കിട്ടണമെങ്കിൽ അവന് പ്രയാസമുണ്ടെങ്കിൽ അവൻ എന്നെ വന്ന് കാണട്ടെ, എൻ്റെ അടുത്ത് ചോദിക്കട്ടെ, അപ്പം നോക്കാം. അങ്ങനെ കാത്തുനിന്നവരായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അദ്ദേഹം തൻ്റെ തോട്ടങ്ങൾ നോക്കി. തൻ്റെ ബൈറൂഹ തോട്ടം, നമുക്കറിയാം ചരിത്രത്തിൽ അങ്ങനെ ഒരു തോട്ടത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചത് അബൂ ത്വൽഹയുടെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട. അല്ലെങ്കിൽ അന്ന് 1400 കൊല്ലം മുമ്പുള്ളൊരു തോട്ടം ഈ 2025 റമദാൻ 2-ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. ബൈറൂഹ തോട്ടം ഇത് തന്നെയാണ് എൻ്റെ ഏറ്റവും മികച്ച തോട്ടം. കേട്ടെ, ഇതെൻ്റെ റബ്ബിൻ്റെ വഴിയിൽ സാധുക്കൾക്ക് അദ്ദേഹം വീതിച്ചു കൊടുത്തു. എന്താ കാര്യം? വർക്കൗട്ട് ചെയ്തു. ഈ ഹൃദയത്തെ വിശാലമാക്കാൻ സാധിച്ചു. നമുക്കറിയാലോ, നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരനായ അമർത്യ സെൻ, അദ്ദേഹം ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രബന്ധം തിസീസ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഖുർആൻ വായിക്കുകയോ ഖുർആൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച അവബോധമോ ചിന്തയോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പക്ഷേ നമുക്കറിയാം, പ്രൊഫസർ അബ്ദുള്ള സാഹിബ് വിശുദ്ധ ഖുർആൻ്റെ സാമ്പത്തിക ശാസ്ത്രവും അമർത്യ സെൻ്റെ പ്രബന്ധവും ചേർത്തുകൊണ്ട് ഒരു പുസ്തകം എഴുതി. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ അല്ലേ, ധനം ചെലവഴിക്കുമ്പോൾ വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. സൂറത്ത് ഫുർഖാൻ അല്ലേ, ഫുർഖാൻ അല്ലേ അത്? ആണ്. വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചെലവഴിച്ചാൽ, നമ്മളൊക്കെ ചെയ്യുന്നതാണ്. ലം യുസ്രിഫു,
അവർ ഒരിക്കലും ആർഭാടം കാണിക്കില്ല, ഇസ്രാഫ് കാണിക്കില്ല, എക്സസീവ് ആവില്ല. വലം യഖ്തുറു, ആർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കോ, അതുമില്ല. ഇസ്രാഫില്ല, ഒരു മനുഷ്യനും കൊടുക്കാതെ പിടിച്ചു വെക്കൂല. എന്നാ പണം ഇട്ടിട്ട് എറിഞ്ഞു കളിക്കോ, അതുമില്ല. എന്നിട്ട് പറയുന്നു വകാന ബൈന ദാലിക ഖവാമ, അതിൻ്റെ ഇടയിലുള്ളൊരു മധ്യമ നിലപാടാണ്. മധ്യമ നിലപാട്. ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ വീട് പണിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ 8 ലക്ഷം രൂപ അടുക്കളക്ക് മാത്രമായിരുന്നു. 8 ലക്ഷം രൂപ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വേണമെങ്കിൽ 2 വീട് അല്ലെങ്കിൽ 1 വീട് പണിയാതെ ചെറിയൊരു സ്ക്വയർ ഫീറ്റിലൊക്കെ ആണെങ്കിൽ എന്തായാലും 1 വീട് അങ്ങനെ കൂട്ടിക്കോ. അമർത്യാസൻ്റെ ഈ ഇത് ലോകത്ത് ധനം എന്നത് വളരെ ചുരുങ്ങിയ ആളുകളിൽ പരിമിതപ്പെടുകയാണ്. എന്നുവെച്ചാൽ 100% ആളുകളിലേക്ക് വ്യാപരിക്കേണ്ട ധനം കേവലം 10-15% ചുരുങ്ങുകയാണ്. പിന്നെ ധനത്തിൻ്റെ വ്യവഹാരങ്ങളോ വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഇസ്രാഫിൻ്റെയും അതുപോലെ തന്നെ ഉള്ളവർ പിടിച്ചു വെക്കലിൻ്റെയുമാണെന്നാണ്. ആര് തീരുമാനിക്കണം ഈ പിടിച്ചു വെക്കുന്നത് അയച്ചുവിടാൻ? ഇതുള്ള മനുഷ്യന്മാരുടെ ബൈറൂഹ തോട്ടം എന്ന് പറഞ്ഞാൽ അന്ന് ആ തോട്ടത്തിന് ഇന്ന് വില കണക്കാക്കിയാൽ സൗദിയിൽ വിലയ്ക്ക് മില്യൺ കണക്കിന് വരും. അതിന് മാത്രം ഉണ്ടെന്നാ. ഏറ്റവും മികച്ചത് ചെലവഴിച്ചിട്ട് അവർക്ക് എന്താ നേടിയത്? നമ്മളീ പറയുന്ന സ്വർഗ, വേറൊരു സ്പെഷ്യൽ സ്വർഗം സഹാബികൾക്കോ നബിമാർക്കോ ഉണ്ടോ? അപ്പോൾ നമ്മൾ സദസ്സിൽ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് വേറെ പരിഗണന കിട്ടും, വേറെ സീറ്റും കിട്ടും, ഒക്കെ ശരി. സ്വർഗത്തിൽ വേറൊരു സ്വർഗം ഇല്ല. അവിടെ അബൂ ത്വൽഹത്തുൽ അൻസ്വാരി എന്ന ധനാഢ്യനായൊരു മനുഷ്യൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയത്, ആ മനസ്സിൻ്റെ വിശാലത ചരിത്രത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണെന്ന്. വലാ തുബദ്ദിർ തബ്ദീറ, ഖുർആൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞ നിങ്ങളിങ്ങനെ സമ്പത്തിങ്ങനെ, അതിന് ശരിക്കും മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ വാരി എറിയുക എന്നാണ് പറയാം. ചെലവഴിക്കരുത് നമ്മൾക്ക് ചെലവ്, സമ്പത്ത് വാരി എറിയരുതെന്നാണ്. അടുക്കളപ്പ് 8 ലക്ഷം എന്നിടത്തേക്ക് എത്തുമ്പോൾ മറ്റൊരാളുടെ ഒരു അവകാശമോ അവൻ്റെ ഒരു വീടോ അവൻ്റെ ഒരു കൂരയോ അവിടെ നഷ്ടമാകുന്നൊരു ചിന്തിക്കാം. അതിന് വേണ്ടിയിട്ട് വകാന ബൈന ദാലിക ഖവാമ, ആയത്തിൻ്റെ അവസാനം നമുക്ക് എടുക്കാണ്ട് പറ്റുമല്ലോ, ആദ്യം എടുത്താൽ പോരല്ലോ. എന്താ? വകാന ബൈന ദാലിക ഖവാമ, ഈ ധൂർത്തല്ലാത്തതും പിശുക്കല്ലാത്തതുമായ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു മധ്യമ നിലപാട് നമ്മൾ സ്വീകരിക്കുന്നതാണ്. മോനെ അത്രയും വേണ്ടടാ, അത്രയും വേണ്ട, നീ ഒരു പണി ചെയ്ത് ആ എന്താണ് ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ട് ആ സ്ക്വയർ ഫീറ്റ് ഒന്ന് കുറച്ച്, എന്നിട്ട് ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒന്ന് മാറ്റം വരുത്തിയേ. ഇപ്പം എന്തായി അതിൻ്റെ ഇത് തിരിച്ചറിവുള്ളൊരു വാപ്പ മോനെ ഉപദേശിക്കാൻ കഴിയുന്ന ഒന്നാണത്. അതിനെന്ത് വേണം? ഈ ഇൻഷിറാഹുൽ ഖൽബ് ഉണ്ടാവണം അല്ലേ? എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു സംഭവമാണ്. പള്ളിയിൽ ഖുത്ബ പറയുന്നൊരു സാധാരണക്കാരനായൊരു സാധു ഈ 2-3 ടൈൽസായിട്ട് ഇങ്ങനെ പോവാ. അപ്പം എന്താ ഈ 3-4 ടൈൽസായിട്ട് പോണേന്ന് ചോദിച്ചാൽ പറഞ്ഞു കുറച്ച് പണിയുണ്ട് വീട്ടിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത്, അടുക്കള പണി കഴിഞ്ഞു, അവിടെ ഇനി പണി ഫ്ലോർ ചെയ്യാത്ത കുറച്ച് സ്ഥലമുണ്ട്, അതിനാണ് ഈ ടൈൽസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ ഒരു 6-7 കളർ ടൈലുണ്ട്. പലിശ കൊടുക്കാതെ, ബാങ്കിൽ നിന്ന് പലിശയിൽ ലോൺ എടുക്കാതെ എൻ്റെ വീടൊന്ന് പതുക്കെ പതുക്കെ എനിക്ക് പൂർത്തിയാക്കണം. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കുറേ ആളുകളുണ്ട്. അവരിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്ത്, വീടൊക്കെ പണിതപ്പോൾ ഫ്ലോറൊന്നും ചെയ്യുന്നില്ല, വെറുതെ കോൺക്രീറ്റ് ഇട്ട്. അങ്ങനെ മക്കൾ നടന്ന് ആ കാലിലൊക്കെ പിന്നെ ഈ കോൺക്രീറ്റിൻ്റെ ഇതൊക്കെ ആയി അവസാനം ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നൊക്കെ ഈ നിലത്തൊട്ടിക്കുന്നൊരു സാധനം കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ, അതൊട്ടിച്ച് കുറേ നാൾ കിടന്ന്. അപ്പോൾ അവസാനം അദ്ദേഹത്തിന് അത് പണിയാനുള്ള തൗഫീക്ക് പഠിച്ചോൻ കൊടുത്ത സമയത്ത് അതൊക്കെ വലിച്ചു പറിച്ച് ടൈൽസ് ഇട്ടു. ഈ മനുഷ്യൻ്റെ അടുക്കള ചെന്ന് കണ്ടാൽ നമ്മുടെ ഭാര്യമാരാക്കാൻ ചെല്ലെങ്കിൽ തല്ലി പിടിക്കാൻ പറയും, ഇതെന്തെന്നറി നിൻ്റെ കെട്ടിയോന് വേറൊന്നും കിട്ടിയില്ലേ, നിൻ്റെ കെട്ടിയോനൊക്കെ എന്തിനു കൊള്ളാം എന്ന് നമ്മുടെ ഭാര്യമാർ കുറ്റം പറയും. കാരണം എന്താ? ഇയാൾ കിട്ടുന്ന ടൈൽസ് അനുസരിച്ച് ഏകദേശം യോജിപ്പുള്ളത് പിന്നെ പോയി വാങ്ങും. ഒന്നിച്ച് വാങ്ങണമെങ്കിൽ ഒരു അടുക്കളക്ക് ഫുള്ളായിട്ടുള്ളത് വാങ്ങണം, ഇല്ല, അത് വാങ്ങേണ്ടി വരും. ഒന്നുകിലും ഒരാളോട് വായ്പ ചോദിക്കേണ്ടി വരും, വായ്പ ചോദിച്ചാൽ കറക്റ്റ് സമയത്ത് കൊടുക്കണം.
അപ്പോൾ ആയത്തു ദൈൻ എന്ന ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തുണ്ടല്ലോ, അതിൻ്റെ ലംഘനമാകും. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളാകും. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടിയത് വെച്ചിട്ട് അങ്ങനെ ഏകദേശം യോജിപ്പുള്ള ടൈൽസ്. ഇങ്ങനെയും മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നത് ഈ ഖൽബ് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ്. റമളാൻ എന്ന് പറയുന്ന ഈ മഹത്തായ ഈ റമളാൻ അതിഥിയായി വരുന്നു എന്ന് സാധാരണ പറയാണ്ട്. റമളാനല്ല അതിഥി. ഒരു 100 കൊല്ലം മുമ്പ് റമളാൻ ഉണ്ടായിരുന്ന നമ്മളുണ്ടോ? ഇല്ലല്ലോ. ഇനിയൊരു 55, 60, 70 കൊല്ലം കഴിഞ്ഞാൽ റമളാൻ വരും. അപ്പം നമ്മളുണ്ടാവോ? ഉണ്ടാവൂല. നമ്മളാണ് അതിഥി. അത് മഹാകവി ഇക്ബാൽ ഒരു കവിതയിൽ അത് പറയുന്നുണ്ട്. ഏ ഇൻസാൻ നഹി, ഏ റമളാൻ നഹി, ഏ ഇൻസാൻ കെ മെഹ്മാൻ എന്ന് പറയുന്നുണ്ട്. മെഹ്മാൻ ആരാണ്? അതിഥി ആരാണ്? നമ്മളാണ്. അപ്പം നമ്മൾ ഈ അതിഥി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ? കുറച്ചുള്ളൂ. ഒന്ന് വരും, കൈ കൊടുക്കും, ഒരു ഗ്ലാസ് നാരങ്ങ കൊടുക്കും, ഇരിക്കാൻ പറയും, കുശലാന്വേഷണം നടത്തും, വിരുന്നെന്തെങ്കിലും നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ പത്തിരിർച്ചയാണെങ്കിൽ അത് കൊടുക്കും, എഴുന്നേൽക്കും, ഒന്നുകൂടി ആശ്ലേഷിക്കും, കൈ കൊടുക്കും, അസ്സലാമു അലൈക്കും, കഴിഞ്ഞു. എന്നിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് എൻ്റെ വീട്ടിലിരിക്കാൻ. ആ അതിഥി പോയി. ഇതേ നമ്മളുടെ കാര്യമുള്ളൂ. ഈ റമദാൻ 30 അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടായില്ല. പക്ഷെ ഇന്നേ നമ്മൾ റെഡിയായിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ മനസ്സിനെ ഒന്ന് ഈ മായങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ ശ്രമിക്കും. ഈ ദുനിയാവും ലോകവും നല്ല മനുഷ്യരെന്ന് ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എൻ്റെ കൽബിനെ, എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് വിശാലമാക്കണേ എന്ന് പറയാൻ. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ റമദാന് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. റമദാനാകുമ്പോൾ പ്രത്യേകിച്ചു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ. ഈ റമദാനിലെങ്കിലും ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ പുണ്യമൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഓരോ ഹർഫിനും പുണ്യമുള്ള ആളല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ കലാമാണ്. പക്ഷേ ഈ അള്ളാഹുവിൻ്റെ കലാം നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ എങ്ങനെയാണ്? അത് ജീവിതത്തിൽ കൊണ്ടുവന്നേ മതിയാകുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നൊരു സംഗതിയാണ്. ഈ ടൈൽസ് 3 വെച്ച് കൊണ്ടുപോയ ഈ മനുഷ്യൻ ഖുത്ബ പറയുന്ന ആളാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കെന്താ പറയുക, ഈ ഖുത്ബയും പ്രഭാഷണവും അതുപോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ ദീനും ഹദീസും ആയത്തൊക്കെ ഇങ്ങനെ ഓതാനും പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനുള്ളതല്ല, അവനവൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതൊന്ന് വർക്കൗട്ട് ചെയ്യിക്കാൻ സാധിക്കണം. അവിടെ തോറ്റുപോകുന്നവർ പിന്നെ എവിടെയാണ് ജയിക്കുക? ഒരിക്കലും ജയിക്കൂല എന്നത്. അതുകൊണ്ട് തിലാവത്തുൽ ഖുർആനിൽ നിന്ന് ഹലാവത്തുൽ ഖുർആനിലേക്ക് എത്തണം. എന്താ തിലാവത്ത്? പാരായണമാണ്. നമ്മളൊക്കെ നിർവഹിക്കുന്നൊരു സംഗതിയാണ്. ഹലാവത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മധുരമാണെന്നാണ്. ഈ പടച്ചോൻ്റെ ദീൻ ഒരു ദൂരെ ഇങ്ങനെ നിന്നിട്ട് ഒരു ദൂരക്കാഴ്ചയായിട്ട് മാറേണ്ടല്ല. പടച്ചോൻ്റെ ദീൻ എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ട്. എൻ്റെ സംസാരത്തിൽ പിഴവ് വന്നാൽ അത് തിരുത്തുന്നത് എൻ്റെ ദീനാണ്, അല്ലേ? തെറ്റാണെന്ന് സമ്മതിക്കുന്നത് എൻ്റെ ദീനാണ്. അബദ്ധങ്ങൾ സുബദ്ധങ്ങളല്ലാതെ അബദ്ധമാണ് എന്ന് പറയുന്നത്, അംഗീകരിക്കുന്നത് എൻ്റെ ദീനാണ്. അത് എൻ്റെ കൂടെ ഉണ്ടെങ്കിലോ ഞാൻ റെഡിയാണ്. അസ്രായേലി വഴി വന്നിട്ടുണ്ടോ? ആ ഉണ്ട്. എവിടെ? മെഡിക്കൽ കോളേജിൽ അവിടെ എത്തിയോ? എത്തിയിട്ടുണ്ട്. വലിയ കുളത്തേക്ക് എപ്പോൾ എത്തും അറിയില്ല. എപ്പോൾ എത്തിയാലും ഞാൻ റെഡിയാണ്. ഇതാണ് ശരിക്കൊരു വിശ്വാസി മാനസികമായി ശുദ്ധിയായല്ല. UAE-ൽ ഒരുപാട് കാലം താമസിച്ച ഒരാൾ ഒരു പരിപാടിയിൽ അതിഥിയായിട്ട് വന്നു. ഇസ്ലാമികമായ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം അതിഥിയായിട്ട് വന്നു. അപ്പോൾ അതിഥിയായിട്ട് വന്നപ്പോൾ അദ്ദേഹം ആരാ എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം UAE-ലുണ്ടായ ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കുറച്ച് കേൾക്കാം. അപ്പോൾ ഫുള്ള് കേൾക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് കേട്ടപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം ഭയങ്കര ഗാനം ആസ്വദിക്കുന്ന ആളായിരുന്നു. മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ മുഹമ്മദ് റാഫിയുടെ പാട്ട്. അദ്ദേഹം വണ്ടിയിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഈ പാട്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് വല്ല ഇപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് വല്ല ഖുർആൻ ഉപദേശങ്ങളോ അല്ലെങ്കിൽ വല്ല മൗലവിമാരുടെ പ്രഭാഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഉപരി ഓഫ് ചെയ്യും. ഇതിൻ്റെ ഇടയ്ക്ക് അത് കയറിയെന്ന് പറഞ്ഞു അത് ഓഫ് ചെയ്തിട്ട് അടുത്ത ഇതിങ്ങനെ തിരിച്ച് ട്യൂൺ ചെയ്ത് അടുത്ത പാട്ടിലേക്ക് പോകും. അപ്പോൾ പഴയ പാട്ടുകളൊക്കെ ഇപ്പോൾ ഗൾഫിലൊക്കെ അറിയാമല്ലോ, ബാർക്ക് സാഹിബിനൊക്കെ അറിയാം. എപ്പോഴും അവിടെ വണ്ടിയിലിങ്ങനെ പാട്ട്, ഇവിടുത്തെ മാതിരി തന്നെ അവിടെയും പാട്ട് ഇങ്ങനെ കേൾക്കാം. അപ്പോൾ ഇദ്ദേഹം റാഫിയുടെ ഗാനങ്ങളുടെ എപ്പോഴും ജീവിതത്തിലെ ഇങ്ങനെ എപ്പോഴും ആസ്വദിക്കുന്ന ഒരാളാണ്. അങ്ങനെ അദ്ദേഹം
ഒരിക്കൽ ഇങ്ങനെ പോയപ്പോൾ റമദാനിൽ തന്നെ ഒരു ദിവസം ഇങ്ങനെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോയപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ഒരു മനോഹരമായൊരു പാരായണം, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, അങ്ങനെയാണ് പാരായണം. ആരാ പാരായണം ചെയ്യുന്നറിയോ? നമുക്ക് സുപരിചിതനായ നൗഷാദ് കാക്കവേലിൻ്റെ പാരായണം. ഭയങ്കര അല്ലേ, നല്ല ഹൃദ്യമാണ് അദ്ദേഹത്തിൻ്റെ പാരായണം മാത്രമല്ല അർത്ഥമുണ്ട്. ആ അർത്ഥം ഇങ്ങനെ ഓതി വന്നപ്പോൾ സുഹൃത്ത് യാസീൻ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത അല്ലേ, കാണാൻ പഠിച്ച ആളുകൾക്ക് ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ. ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, മരിച്ചുപോയവർക്ക് ജീവൻ കൊടുക്കും നാം ഒരു നാളിൽ. വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, അവർ നേരത്തെ ചെയ്തതും അവർ അതിൻ്റെ അനന്തര ഫലങ്ങളെല്ലാം നാം അവിടെ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കും. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫി ഇമാമിൻ മുബീൻ, കൃത്യമായ രേഖയിൽ അതെല്ലാം ഞാൻ ചേർത്ത് അവിടെ വച്ചിട്ടുണ്ടാകും എന്ന്. ഇദ്ദേഹം ഇത് നോക്കുമ്പോൾ അദ്ദേഹം സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചു. ഞാൻ എന്താണ് നേടിയിട്ടുള്ളത്, എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത്, ഇതൊക്കെ ചിന്തിക്കാനൊരു സ്ട്രൈക്കായത് ഏതെന്നാണ്. അതൊരു മാറ്റമായിരുന്നു നാം. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ സമ്മാനം കൊടുക്കാൻ വേണ്ടി അത്യാവശ്യം സാമ്പത്തികമായ ശേഷിയുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. പിന്നെ റാഫീനെ ഭ്രഷ്ടൊന്നും കൽപ്പിച്ചിട്ടല്ല, റാഫീനോട് എതിർപ്പുണ്ടായിട്ട്, പക്ഷെ അദ്ദേഹം ആ കേൾക്കൽ അവിടെ അവസാനിച്ചു. പിന്നെ അദ്ദേഹം കേൾക്കാൻ ശ്രമിക്കുന്നതൊക്കെയും വിശുദ്ധ ഖുർആനാണ്. അങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ആയത്ത്, അങ്ങനെ വല്ലതും ഖുർആനിൽ ഇതുവരെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുമല്ലോ, നിങ്ങൾ മദ്യത്തിൽ നിന്ന് ഇനിയും മുക്തമാകാൻ സമയമായില്ലേ, മൂന്നാം ഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ ചോദ്യം ഫഹൽ അൻതും മുൻതഹുൻ, വല്ലാത്തൊരു ചോദ്യമാണ്. അല്ല, നിങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ലേ? അതിനു മുമ്പ് നിസ്കരിക്കാൻ വരുമ്പോഴൊക്കെ 2 പെഗ്ഗൊക്കെ അടിച്ചിട്ടാണ് വരാ. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ തെറ്റിപ്പോയി അല്ലേ? അത് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം ഇനിയും ഇല്ല. ചരിത്രത്തെ നമ്മൾ കാണാം, വീപ്പകളൊക്കെ ഒഴുകിയത് കേൾക്കാം. അതിൽ കേട്ടൊരു ചരിത്രമാണ്, ഈ ഒഴുകുന്ന വീപ്പയിൽ നിന്ന് ആ മദ്യം ഇങ്ങനെ രസത്തോടെ കുടിക്കുന്ന ഒട്ടകങ്ങൾ. അങ്ങനെ കുടിച്ച ഒട്ടകം അതിൻ്റെ അകിലിൽ നിന്നുള്ള പാലായിക്കൊള്ളട്ടെ, അതിൻ്റെ മാംസമായിക്കൊള്ളട്ടെ, അത് ഞങ്ങൾക്ക് ഹറാമല്ലേ, ഹലാലാകോ എന്ന് ചിന്തിച്ച സഹാബിമാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര സൂക്ഷ്മതയുടെ തലമാണത്. അങ്ങനെ ചിന്തിക്കാൻ ഈ റമദാനിൽ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഇഹലോക ജീവിതവും പരലോക ജീവിതവും നമുക്ക് നന്നാക്കാൻ സാധിക്കുന്ന. ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്തെല്ലാം എത്രയോ മനുഷ്യരുടെ മാറ്റങ്ങൾക്ക് ഈ ലോകം സാക്ഷി. ഈ റമദാൻ വരുമ്പോൾ നമുക്കറിയാലോ, ഇതിൻ്റെ ആളുകളെന്ന് പറഞ്ഞ് വല്ലാതെ നടക്കുന്ന, ഒച്ചയിടുന്ന, അതിനുവേണ്ടി ഓടി നടക്കുന്ന ആളുകൾക്ക് ആണ് ഇതിൽ ഒരു മാറ്റമില്ലാത്തത്. ഇപ്പോൾ പണ്ഡിതന്മാരെ തന്നെ നോക്കും, ഇപ്പോൾ നിലാവ് കാണുന്ന വിഷയമായാലും അല്ലാത്ത വിഷയമായാലും ഒരു സൂക്ഷ്മതയുടെ തലം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് മറ്റുള്ളവന് കാണാനും മറ്റുള്ളവന് എന്നെക്കുറിച്ച് നല്ല വാക്ക് പറയാനും ഒക്കെയുള്ള ഒരു വേദിയായി നമ്മുടെ സൽക്കർമ്മങ്ങൾ പോലും നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിൽ മാറ്റം. ഇപ്പോൾ കോഴിക്കോട് ഒരു കച്ചവടക്കാരൻ്റെ സംഭവം അറിയാമല്ലോ, നല്ല ധനാഢ്യനായ മനുഷ്യനാണ്, നല്ല പൈസയാണ്. അന്നേ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് നിരവധി കാറുകൾ ഇങ്ങനെ ഉണ്ട്. ഈ പൈസ അദ്ദേഹം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ആ നാട്ടുകാർക്ക് നന്നായി അറിയാം, അവിടുത്തെ ജോലിക്കാർക്കും അറിയാം. എന്നുവെച്ചാൽ ഗ്രേഡ് കൂടിയ സാധനവും കുറഞ്ഞ സാധനവും മിക്സ് ചെയ്ത് കച്ചവടം ചെയ്യാൻ അദ്ദേഹം നല്ലവണ്ണം കാശുണ്ടാക്കി. മദ്രസയിലൊക്കെ ഏകദേശം 4ാം ക്ലാസ് വരെ അദ്ദേഹം പോയിട്ടുള്ളൂ, 4ാം ക്ലാസ്. അത് കഴിഞ്ഞ് പിന്നെ മദ്രസയായിട്ട് ഒരു ബന്ധമല്ല. പിന്നെ അദ്ദേഹം കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ട് പിടിച്ചടക്കലാണ്, ഇഷ്ടം പോലെ സമ്പത്ത്. പിന്നെ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നത് ഈ ആർത്തിയാണ്, പൈസ എങ്ങനെ ഉണ്ടാക്കും.
ഈ നല്ലതും ചീത്തയും മിക്സ് ചെയ്തിട്ട് നല്ലതിൻ്റെ വിലക്ക് വെക്കുക. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളൊക്കെ അദ്ദേഹത്തിന് ഫുൾ സപ്പോർട്ട്, കച്ചവടം പൊടി പിടിച്ച് ഇഷ്ടംപോലെ പൈസ. അങ്ങനെ ഒരു ദിവസം നമുക്കറിയാലോ ഖുർആൻ ലേണിംഗ് സ്കൂള് അതൊരു വലിയ വിപ്ലവമായി കേരളത്തിൽ വന്നാണ്. മുതിർന്ന ആളുകൾക്ക് ഖുർആൻ പഠിക്കാനുള്ള കേരളത്തിലെ പ്രാഥമിക സംവിധാനമായിരുന്നു. അതിലേക്കാണ് എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും മീൻ കച്ചവടക്കാരും തൊഴിലാളികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും എന്ന് തുടങ്ങി സമൂഹത്തിൽ പലതരത്തിൽ സേവനം ചെയ്യുന്ന ആളുകളൊക്കെയും ഒന്നിച്ച് പങ്കെടുക്കാം. മദ്രസയിലെ എല്ലാവർക്കും പോകാൻ പറ്റുമല്ലോ. ആ QLSൻ്റെ ഇതുപോലൊരു അവാർഡ് ദാനത്തിന് ഇദ്ദേഹത്തെ ഒരാൾ നിർബന്ധിച്ച്, അയാൾക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു, പക്ഷെ എന്നാലും ആ പൈസയുടെ പകിട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്റ്റേജിലേക്കൊന്നും കയറണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് പറഞ്ഞു. അദ്ദേഹം സദസ്സിൽ അവിടെ ഇരുന്നു. അപ്പം അന്ന് ഖുർആൻ ലേണിംഗ് സ്കൂളിൻ്റെ ഈ ഇതിൽ ഇൻസ്ട്രക്ടറായിരുന്ന മൗലവി ക്ലാസ് എടുത്തു. അദ്ദേഹം ഓതിയ ആയത്ത് ഇതാണ്, വൈലുൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖതാലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസലൂഹും യുഖ്സിറൂൻ. നമുക്കറിയാം, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. പുള്ളിയുടെ വകയായിട്ട് പറഞ്ഞാലത് 1400 കൊല്ലമായിട്ട് ഈ ഗ്രന്ഥത്തിൽ അതുണ്ട്. മൂപ്പരും സ്കൂളിലോ അല്ല മദ്രസയിലോ പണ്ട് പഠിച്ചപ്പോൾ 4ാം ക്ലാസ്സിലായാലും ഇത് കേട്ടിട്ടുണ്ടാവും. ഈ ആയത്തിൻ്റെ അർത്ഥം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. ഇനി ആ നാശം മാറണമെന്നുണ്ടെങ്കിൽ ആ കൃത്രിമത്തെ ഒഴിവാക്കലേ നിർവാഹമുള്ളൂ. ഈ ക്ലാസ് ഇങ്ങനെ എടുത്തു. യാദൃച്ഛികമായിട്ട് അദ്ദേഹം ആ ക്ലാസ് കേട്ടതാണ്. ഇദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞ വിഷയമൊന്നുമല്ല. ഇദ്ദേഹം തന്നെ വിളിച്ച കൂട്ടുകാരൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, അതെ അടുത്ത ക്ലാസ്സിനും എന്നെ നീ വിളിക്കണം കേട്ടോ, വിളിക്കാൻ മറക്കരുത്. ഒരുപാട് തിരക്കുണ്ട് ഈ മനുഷ്യന്, സത്യമാണ്, ഒരുപാട് ബിസിനസ്സിൻ്റെ ഇതിൽ, നീ എന്നെ മറക്കാതെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വിളിച്ചു. പിന്നെ വിളിക്കേണ്ടി വന്നില്ല. അദ്ദേഹം മുടങ്ങാതെ ക്ലാസ്സിലെ പഠിതാവായി എന്ന് മാത്രമല്ല, അദ്ദേഹം ഇന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ഒരു ക്ലാസ് എടുക്കാൻ മാത്രമുള്ള പ്രാപ്തിയുള്ളവനായി. അദ്ദേഹത്തിൻ്റെ കച്ചവടം ശുദ്ധീകരിക്കപ്പെട്ടു. തൊഴിലാളികളോടൊക്കെ പറഞ്ഞു, തെറ്റിപ്പോയൊരു ജീവിതമായി പോയി. പടച്ചോ നാശം എന്ന് പറഞ്ഞ ഞാൻ ഒരിക്കലും കരകയറാൻ പോകണില്ല. ഇങ്ങനെയൊക്കെയാണ് തിരിച്ചറിവെന്ന് പറഞ്ഞാൽ. നമുക്കിതുപോലെ 6000 ചില്ലാനം ആയത്തുണ്ടല്ലോ, ഒരു 5 നമ്മൾ സ്വാധീനിച്ചാൽ നമ്മളൊക്കെ എവിടെ എത്തി? നമ്മുടെ വാക്കെത്ര നമ്മൾ ശ്രദ്ധിക്കും, നമ്മുടെ നോട്ടത്തിൽ എത്ര ശ്രദ്ധിക്കും, നമ്മുടെ വ്യവഹാരങ്ങളിൽ എത്ര ശ്രദ്ധ നമുക്കുണ്ടാകും, നമ്മുടെ ഇടപാടുകളിൽ നമുക്കെത്ര സംശുദ്ധി പുലർത്താൻ നമുക്ക് സാധിക്കും. ഇതൊക്കെ ഖുർആൻ സ്വാധീനിച്ച, ഇന്നും ഇതേപോലെ ഖുർആൻ സ്വാധീനിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മളെ സ്വാധീനിക്കണം എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കാം. ഇതുപോലെ ഖുർആൻ സ്വാധീനിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇപ്പം സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹുവിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ടല്ലോ, എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി. ഇതാണ് ആയത്ത്. അല്ലയോ വിശ്വാസികളെ, നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം കൂടാൻ പാടില്ല. ഇത് ഖുർആനിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്തിട്ടൊരു ആയത്ത് അവതരിക്കുക. ഇതാണ് സാബിത്ത് ഇബ്നു ഖൈസ് പിന്നെ പള്ളിയിലേക്ക് വന്നില്ല. അപ്പോൾ റസൂൽ ചോദിച്ചു, ഇവിടെ സാബിത്തിനെ കണ്ടില്ലല്ലോ, എവിടെ പോയി സാബിത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് സുബൈക്ക് ശേഷമാണ് ആളുകളെ കുറിച്ച് അന്വേഷിക്കുക. കാരണം സുബൈക്ക് എല്ലാവരും ഉണ്ടാകുന്നൊരു സമയമാണ്. നമ്മുടെ പള്ളിയിലെ കാര്യമല്ല പറഞ്ഞത്, പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഏറ്റവും ഒരു മനുഷ്യനും എതിർ പറയാനില്ലാത്ത സമയമാണ്. വളരെ അത്യപൂർവ്വം മനുഷ്യർക്ക് സുബൈന്ന് ഒഴിവാൻ പറ്റും. അതുകൊണ്ടാണല്ലോ മൻ സല്ല സ്വലാത്ത സുബ്ഹി ഫിൽ ജമാഅ കഅന്നമാ ഖാമൽ ലൈല കുല്ലഹാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു മനുഷ്യൻ ജമാഅത്തായിട്ട് സുബഹി നിസ്കരിച്ചാൽ രാത്രി മുഴുക്ക നിന്ന് നിസ്കരിച്ചവൻ്റെ കൂലിയുടെ അളവ് പറഞ്ഞ ഭയങ്കര കൂലിയാണ് അതിന്. ഇശാസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ലേ, കഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി എന്ന് പറഞ്ഞത്, രാത്രി പകുതി നമസ്കരിച്ചവൻ്റെ കൂലി. അപ്പോൾ അങ്ങനെ നബി സാബിത്തിനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? അങ്ങനെ സാബിത്തിനെ വിളിപ്പിച്ചു. എന്താണ് സാബിത്ത് വെച്ചത്? പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ ഒരായത്ത് അവതരിച്ചില്ലേ കഴിഞ്ഞ ദിവസം, അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ വോളിയം നിങ്ങൾ കൂട്ടാൻ പാടില്ല. ജീവിതത്തിൽ പാലിക്കാൻ നിർബന്ധപൂർവ്വം അനുശാസിക്കുന്ന വിശുദ്ധ ഖുർആന്റെ നസ്സായ ഒരു ശാസനയും കൽപ്പനയും ആവശ്യവുമാണ്. അത് പുലർത്തുന്ന കാര്യത്തിൽ ഞാൻ പലവട്ടം പരാജയപ്പെട്ടു. കാരണം എന്താ, എൻ്റെ ശബ്ദം കുറച്ച് കൂടുതലാണ്. റസൂലിൻ്റെ സദസ്സിൽ ഞാൻ വല്ലാതെ ഒച്ചയിട്ട് സംസാരിച്ചിട്ടുണ്ട്. റസൂൽ ആശ്വസിപ്പിച്ചു. സഹാബികൾ ഓരോ ആയത്തുകൾ സ്വാധീനിക്കുന്നത്. നമ്മുടെ ഈ സുബഹിക്ക് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഏകാന്തതയിൽ ഒരാളും അറിയേണ്ട ഒരാൾ കാണും. നിങ്ങൾക്ക് ഖുർആൻ ഉണ്ടല്ലോ,
നിങ്ങൾക്ക് ഖുർആനിൽ ഞാൻ കാണിച്ചു തരാം. തഫ്സീർ അമാനി ഒരാപ്പ്, തഫ്സീർ അമാനി എന്ന് പറഞ്ഞാൽ അടിച്ചാൽ ഇതിങ്ങനെ ഈ വയലറ്റ് കളറിൽ ഗോൾഡൻ ലെറ്ററിങ് ആയിട്ടൊരു ഇത് വരും, തഫ്സീർ അമാനി. ഞാൻ ചെയ്ത ആളുകളെ കുറിച്ചല്ല കേട്ടോ, അതറിയാത്ത ആളുകളുടെ പറയാൻ വേണ്ടിയിട്ട്. നമ്മുടെ മൊബൈലിൽ എന്തെല്ലാം ലോകത്തെ മുഴുവൻ വിജ്ഞാനങ്ങളും ഇതിൽ സമ്മേളിച്ചു. ഡീപ് സീക്കും AI-യും അതുപോലെ തന്നെ ഇപ്പോൾ ഏതാ വേറെ ഒരു സാധനം ഉണ്ടല്ലോ, ChatGPT ആദ്യം വന്നത്. ഇതിലൊക്കെ നമ്മളങ്ങോട്ട് ചോദിച്ചാൽ എല്ലാ സംഭവം. ഒരാൾ ഹജ്ജിന് പോണ ഒരാൾ വിഷമിച്ച് എന്നെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു ഈ ഹജ്ജിൻ്റെ ഓർഡർ അനുസരിച്ച് ദുൽഹജ്ജ് എന്ന് മുതൽ എന്ന് വരെ 8 തൊട്ട് 13 വരെ ഉള്ള ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു. ഞാൻ വേഗം ആ ChatGPT അടുത്ത് പറഞ്ഞു, എന്താണ് ഈ റിച്വൽസ് ഓഫ് ഹജ്ജ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻ ഷോർട്ട് ഫോം എന്ന് വെറുതെ വോയിസ് ഇട്ടുള്ളൂ. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് വന്നു. നേരെ അത് ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് ഇട്ടിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ മനുഷ്യനോട് അയച്ചു കൊടുത്തു. അൽഹംദുലില്ലാ, ഇൽമിൻ്റെ ഒരു പോക്കേ. കാലോ ലോകം മാറിക്കൊണ്ടിരിക്കാം. ഇനിയൊരു 2025 75 ആകുമ്പോഴേക്കും നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഒരു റോബോട്ടുകളുണ്ടാവും. ആ പള്ളിയിലേക്ക് വരുമ്പോൾ കൈപിടിക്കാൻ പണ്ട് വല്യപ്പന്മാർ മറ്റേ സാധനം അതിനൊക്കെ ചിലവ് കുറയും. റോബോട്ട് ഓരോരുത്തർക്കും ഓരോ റോബോട്ട് ഉണ്ടാവും, കാശിനനുസരിച്ചാണ്. ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു റോബോട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അതിനു വേണ്ടി തല്ലാവും കൊലപാതകമാവും, അത് വേറെ കാര്യം. എന്നുവെച്ചാൽ വീട്ടിലെല്ലാ പണിയും ചെയ്യും. ഏത് അടുക്കളയിൽ പത്തിരി ഉണ്ടാക്കണോ എല്ലാം അത് ചെയ്യും. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണോ, പാത്രം കഴുകണത് ചെയ്യും. രാത്രി കാവലിന് ആരെയും നിർത്തണോ ഇല്ല. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ സൈഫ് അലി ഖാൻ്റെ വീട്ടിൽ കാവലിന്ന് 2 പേരും ഉറങ്ങാറെന്ന് പറഞ്ഞാൽ മൂപ്പരെ കയറി കുത്തിയത് മനസ്സിലായോ. 2 പേരാകെ അവിടെ ഉണ്ടായത്. ആ 2 പേരും ഉറങ്ങാൻ. ഈ റോബോട്ട് ഉറങ്ങൂല, 24 hours വർക്കാണ്. മൂപ്പര മുറ്റത്ത് നിർത്തിക്കഴിഞ്ഞാൽ, ആ എറാത്ത് നിർത്തിക്കഴിഞ്ഞാൽ ആരൊക്കെ വരണം? മുറ്റത്ത് വല്ല തേളോ പാമ്പോ വന്നു കഴിഞ്ഞാൽ റോബോട്ട് ഓടിപ്പോയി അതിനെ തട്ടിക്കളയും. ഇങ്ങനെയൊക്കെ ഒരു കാലാണ് 2070. ഇതൊക്കെ പറയുമ്പോൾ വിചാരിക്കും ഇയാൾക്ക് വേറെ ഒന്നും ഈ മെമ്പറിൽ കയറി പറയാൻ വേറെ ഇല്ലേന്ന് വിചാരിക്കും. അങ്ങനെ ചിന്തിക്കേണ്ട, നിങ്ങൾ വേണമെങ്കിൽ കാത്തിരുന്നോ. നമ്മുടെ മലയാളത്തിൽ പ്രശസ്തനായൊരു കവി ഒരു 25-28 കൊല്ലം മുമ്പ്, എന്താണ്, മുരുകൻ കാട്ടാക്കട അല്ലേ, അയാൾ ഉണ്ടപ്പോൾ മരണപ്പെട്ടു. അദ്ദേഹം ഈ വെള്ളത്തിന് വേണ്ടി കേരളത്തിലെ ആളുകൾ കുപ്പിയിൽ വെള്ളം വാങ്ങണതിൻ്റെ കാര്യം 25 കൊല്ലം മുമ്പ് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മുടെ ഈ ആലപ്പുഴ പട്ടണത്തിൽ കൂരിച്ചൊരിയണ മഴയത്തായാലും വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കടയിൽ കയറിയിട്ട് 15 രൂപ 20 രൂപ. അതിൽ ചില ആളുകളൊക്കെ 2000 രൂപയുടെ കുപ്പി കുടിക്കുന്നുണ്ട്. അത് വരുത്തണ കോഹ്ലി, നമ്മുടെ വിരാട് കോഹ്ലി, പിള്ളേർക്കൊക്കെ അറിയാം, അയാൾ കുടിക്കുന്നത് നല്ല വിലയുള്ള വെള്ളമെന്ന് പറഞ്ഞു. അപ്പം നമ്മളന്ന് ആ മൂപ്പര് ഇങ്ങനെ കുപ്പിയിൽ വെള്ളം കുടിക്കേണ്ട ഒരു കാലം വരുമെന്ന് കവിതയല്ലേ ഇപ്പം നമ്മളൊക്കെ പറഞ്ഞു. ഇയാൾക്ക് എന്ത് പറ്റി എന്നതുപോലെ എന്നോട് ദേഷ്യപ്പെടണ്ട. 2075 നോക്കിക്കോ, റോബോട്ടുകൾ ഇങ്ങനെ ഓരോ സഹായങ്ങൾ ചെയ്ത് നമ്മുടെ സന്തത സഹചാരികളായിട്ട് മാറും. വണ്ടി കയറിയിട്ട് ഡ്രൈവർമാരുടെ, എല്ലാവരും ശ്രദ്ധിച്ചോട്ടെ, ഡ്രൈവർമാർ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വെല്ലുവിളിയാണ്. കാരണം എന്താ, ഡ്രൈവറുടെ ആവശ്യം വരുന്നില്ല. ഇനി റോബോട്ട് ഡ്രൈവറായിട്ട് ഏർപ്പാടാക്കി അവൻ ആ ഡ്യൂട്ടിയും ചെയ്യും. അങ്ങനെ എന്തിനു പറഞ്ഞ് ലോകം മാറി മറിയാൻ പോവാ. പക്ഷേ പടച്ചോൻ്റെ മുന്നിൽ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഗാംഭീര്യവും ഗരിമയും പറഞ്ഞിട്ട് അവിടെ ചെയ്ത, ഞാൻ നന്നാവാനും എൻ്റെ മനസ്സ് ശുദ്ധാക്കാനും എൻ്റെ മനസ്സ് പടച്ചോന് ബോധ്യപ്പെടാനും തയ്യാറുണ്ടോ, രക്ഷപ്പെടും. അങ്ങനെയുള്ളവർ രക്ഷപ്പെടൂ എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഈ മാസത്തിൽ ഖുർആനുമായി ഒന്ന് ചേരുക. ലോകത്തെ വലിയ വലിയ ദുഷ്ടന്മാരെ അടക്കം മാറ്റിയൊരു ഗ്രന്ഥം ഇന്നും ഒരു പോറലേൽക്കാതെ നമ്മുടെ കയ്യിലുണ്ടെന്ന. ഞാൻ തഫ്സീർ അമാനി പറഞ്ഞത്, നിങ്ങൾക്ക് ഏത് സൂറത്ത് വേണം, ആയത്തിൻ്റെ വിശദീകരണം വേണോ, എല്ലാ സംഗതിയുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു 3-4 കാരിമാരുടെ ഖിറാഅത്ത് ഉള്ള ഖുർആൻ്റെ പാരായണം അതിലുണ്ട്. എല്ലാത്തിനും നമ്മളത് പഠിക്കുക എന്നതാണ്. അല്ലാതെ അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ എന്ന് പറയുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹുവേ, ഖുർആനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തവും അല്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശവുമാക്കി മാറ്റണേ എന്ന് പറയുമ്പോൾ ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് ഖുർആൻ? ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങൾക്ക് ശിഫയാണ്, ശമനാവശ്യതമാണെന്ന് പറയും. എന്ത് ശിഫയാണ് നമുക്ക് ഖുർആൻ ഉണ്ടാക്കിയത് പറയാം. എനിക്ക് നടുവേദന വന്നപ്പോൾ, കഴുത്ത് വേദന വന്നപ്പോൾ, എനിക്ക് മറ്റേ വേദന വന്നപ്പോൾ, മൂത്രക്കല്ലിൻ്റെ വേദന വന്നപ്പോൾ ഒക്കെ അതിന് പല മരുന്ന് ഞാൻ കഴിച്ച എന്ത് ഷിഫയാണ് ഖുർആൻ എനിക്ക് ഉണ്ടാക്കണതാണ്. ഇത് അനുഭവിച്ച ആരെങ്കിലുമൊക്കെ സദസ്സിലുണ്ടെങ്കിൽ അവരുടെ മനസ്സിങ്ങനെ തരളിതമാകുന്നുണ്ടാവും. അവരുടെ മനസ്സിൽ
പടച്ചോന് ഏറ്റവും മനോഹരമായി അറിയാൻ അവൻ്റെ കലാമ് കേട്ടാൽ പോരെ, കലാമ് പഠിച്ച പോലെ. എത്രയോ വാർത്തകളാണ് ഈ മൊബൈലിൽ നമ്മൾ ഓരോ ദിവസം വായിക്കുന്നത്. പല നിലക്കുള്ള വിജ്ഞാനീയങ്ങൾ നിറങ്ങുന്ന ഒരു ലോകത്ത് പടച്ചോൻ്റെ കലാമ് കേൾക്കാൻ സാധിക്കും. ഈ കലാമ് കേൾക്കുമ്പോണ്ടായ മാറ്റാണ് ഈ മനുഷ്യന്മാർക്കൊക്കെ ഉണ്ടായ മാറ്റം എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തഫ്സീർ അമാനി ഡൗൺലോഡ് ചെയ്ത് അതിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് എവിടെയാണോ സൗകര്യം. ഇപ്പോൾ ഇന്നലെ റമദാൻ 1 എനിക്ക് ഒരു 4 പേജേ വായിക്കാൻ പറ്റുള്ളൂ, സുബഹിക്ക് ശേഷം നല്ലൊരു സമയം. ആ ടൈമിൽ പെട്ടെന്ന് അങ്ങ് ഓതി അത് കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് പോയി. പിന്നെ ചിലപ്പോൾ നമ്മുടെ ജോലിയും തിരക്കും കാര്യങ്ങൾ പറ്റൂല. എപ്പോൾ കിട്ടുന്നോ അപ്പം ഖുർആൻ വേണമെന്നുണ്ടോ, ഈ സാധനം മൊബൈൽ പോരെ അതിൽ ഓതാം. എന്നിട്ട് ആ പാരായണം ചെയ്തതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഒന്ന് ചെല്ലാൻ, അങ്ങനെ ആ വിശുദ്ധ ഖുർആനിൻ്റെ തണലിലും തണുപ്പിലും ഒന്ന് മുങ്ങി കുളിച്ച് നീരാടി ഇങ്ങോട്ട് എഴുന്നേൽക്കുമ്പോണ്ടല്ലോ, ലോകത്തൊരിക്കലും കിട്ടാത്തൊരു സുരക്ഷിതത്വവും ഒരു 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 നമുക്കൊരു അറിവ് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ, അത് നമുക്ക് കിട്ടുന്ന ഒറ്റായത്ത് മതി. ഇപ്പം കീത്മൂർ നമുക്കറിയാലോ, 2009 ജിദ്ദയിൽ കാനഡക്കാരനായ ശാസ്ത്രജ്ഞൻ കീത്മൂർ പ്രബന്ധം അവതരിപ്പിച്ചപ്പോൾ തൊലിയുമായി ബന്ധപ്പെട്ടല്ലേ ഒരു ആയത്ത് അല്ലേ, കുല്ലമാനലിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ. നരകത്തിൽ മനുഷ്യന്മാരുടെ തൊലി കത്തി ഉരുകുമ്പോൾ പകരം ഞാൻ അവർക്ക് പുതിയ തൊലി കൊടുക്കുന്നു. നമ്മളൊക്കെ അറിയാത്ത അദ്ദേഹം അതിൻ്റെ ആ തിയറി അവിടെ അവതരിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ ഏത് തലങ്ങളിലും മനുഷ്യനെ ചിന്തിപ്പിക്കുന്നൊരു സംഗതിയാണ്. അതിന് ഏറ്റവും യോജിച്ചൊരു സമയവും സാഹചര്യവുമാണ് സത്യത്തിൽ റമളാൻ എന്ന് പറയുന്നത്. പടച്ചോ ശരിക്കും ഇപ്പോൾ വിശുദ്ധ ഖുർആനും റമളാനും തമ്മിലാണല്ലോ ബന്ധം. വിശുദ്ധ ഖുർആനും റമളാനും തമ്മിലാണല്ലോ ബന്ധം. അവിടെ നമുക്ക് ലോകത്തെ ഏറ്റവും വലിയ ജ്ഞാനം നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു മാസമാണ്. കാരണം ഖുർആൻ അവതരിച്ച മാസമാണ്. ആ ഖുർആൻ അവതരിച്ച മാസത്തിൽ ആ വിശുദ്ധ ഖുർആനിലെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ 5 ആയത്ത് മതി. 6000 ചില്ലാനം ആയത്തുകളിൽ ഈ 5 ആയത്തുണ്ടെങ്കിൽ എത്രയോ വിശ്രുതരായ സഹാബിമാർ ഖുർആൻ പൂർണ്ണമാകുന്നതിന് മുമ്പ് ഈ ദുനിയാവ് വിട്ട് പോയിട്ടില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ ഖുർആൻ അവർ കണ്ടിട്ടില്ല, പൂർണ്ണമായിട്ട് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അവർക്ക് എത്ര ഉന്നത സ്ഥാനീയരാണ്. അവർക്കൊക്കെ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ എത്രയോ പ്രാർത്ഥിച്ചു. എന്താ കാര്യം? ഏത് ആയത്ത് കേൾക്കണോ, ഏത് എൻ്റെ ഒട്ടകെ ആ മദ്യം ഒഴുക്കിയപ്പോൾ അവിടെ നിൽപ്പുണ്ടായി, കാറി കാറി അത് കുടിച്ചു. ആ ഒട്ടക ആ മദ്യമൊക്കെ കുടിച്ചു. ഇനി ആ ഒട്ടകം എനിക്ക് ഹലാലാണോ എന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ചില ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മളെ മാറ്റും, ഒരു സംശയം വേണ്ട. ഞാൻ ഉപദേശിച്ചിട്ടാ ചെറുക്കനെ, അവനെ ഞാൻ ഉപദേശിച്ചു, ദേ ഇവനും പറഞ്ഞ്, വീട്ടിലുള്ളവർ മൊത്തം പറഞ്ഞു, അവൻ നന്നാവുള്ള കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, വിശുദ്ധ ഖുർആന് മാറ്റാൻ പറ്റാത്ത ഒന്നുമില്ല. ആ ഖുർആന് ഈ പറഞ്ഞ ഹൃദയത്തിൻ്റെ വസന്താക്കി ഞാൻ അംഗീകരിക്കണം, ചേർത്ത് നിർത്തണം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ തീരത്തുകൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയേ, വിശുദ്ധ ഖുർആൻ്റെ തീരത്തുകൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ആർദ്രത സമ്മാനിക്കുന്ന, ഹൃദയവായ്പ് സമ്മാനിക്കുന്ന, അനുകമ്പയുണർത്തുന്ന, ദയാവായ്പ് സമ്മാനിക്കുന്ന, സ്നേഹവും കരുണയും ഉണ്ടാക്കുന്ന, നിങ്ങളിൽ മനുഷ്യത്വത്തെ പുനർജനിപ്പിക്കുന്ന എല്ലാം ഉണ്ടാകുന്ന. ഇപ്പോൾ കവി റഫീഖ് അഹമ്മദ് ഏറ്റവും അവസാനിട്ട FB പോസ്റ്റിൽ എന്താ പറയണേ? നമ്മുടെ സ്കൂളുകളിൽ ഇനി ഊർജ്ജതന്ത്രവും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിപ്പിക്കുന്നത് തൽക്കാലം അവസാനിപ്പിക്കാം. കേരളത്തിന് നല്ല വരികൾ സമ്മാനിച്ച ഒരു കവി കൂടിയാണല്ലോ റഫീഖ് അഹമ്മദ്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ പോസ്റ്റാണ്. നമുക്ക് ഊർജ്ജതന്ത്രവും കെമിസ്ട്രിയും ബയോളജിയും പഠിപ്പിക്കുന്നത് സ്കൂളുകളിൽ അവസാനിപ്പിക്കുക. എന്നിട്ട് എങ്ങനെ മനുഷ്യനാകാമെന്ന് ഈ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുക. 15-ാം വയസ്സിൽ കൊലപാതകങ്ങൾ ആരംഭിച്ചേക്കാം. അവിടെ ചാറ്റുകൾ ശ്രദ്ധിക്കുമ്പോൾ വലിയ ഗുണ്ടാസംഘങ്ങളുടെ ഭാഷ അവർ കൈകാര്യം ചെയ്യാം. ഇറങ്ങുന്ന സിനിമകളും കാണുന്ന ടെലിഫിലിമുകളും ട്രോളുകളുമൊക്കെയും മനുഷ്യത്വത്തെ ഹനിക്കുന്നു എങ്കിൽ അത് പുനഃസ്ഥാപിക്കാൻ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിന് മാത്രമേ സാധിക്കൂ. അത് എൻ്റെ പാഠമാകണം, എൻ്റെ മക്കളുടെ പാഠഭേദങ്ങളായി അത് മാറണം എന്നർത്ഥം. അതുകൊണ്ട് മാറ്റാൻ സാധിക്കും എന്നാണ്. വിശുദ്ധ ഖുർആൻ മാറ്റാൻ കഴിയാത്ത ഒന്നുമില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. എല്ലാ ജാതി മതസ്ഥരെയും അഭിസംബോധന ചെയ്യുന്ന ഖുർആൻ്റെ
അഭിസംബോധന രീതികളിൽ ഒന്നാണത്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅക്കും മൗഇദത്തും മിർ റബ്ബിക്കും, ഇതാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മൗഇദത്ത്, സാരോപദേശം നിങ്ങൾക്ക് വന്നിരിക്കുന്ന. ഈ മൗഇദത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. ഖുർആൻ ആർക്കോ വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണെന്നാണ്. ഇത് മൗലവിമാർ പഠിച്ചോട്ടെ, ഉസ്താദ്മാർ പഠിച്ചോട്ടെ, മുസ്ലിയാക്കന്മാർ പഠിച്ചോട്ടെ, അവിടെയാണ് നമുക്ക് തെറ്റിയത്. നമ്മൾ പഠിക്കണം, നമ്മൾ ഉണരണം, നമ്മൾ ചിന്തിക്കണം. അവർക്ക് കൊടുത്ത വായും നാവും കണ്ണും കാതും മനനശേഷിയുമൊക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം. സഹാബികൾക്ക് അങ്ങനെ ഉണ്ടായില്ലല്ലോ. കച്ചവടക്കാരൊക്കെ പോയില്ല. ഉമർ ഖത്താബ് പോയാൽ അബ്ദുള്ള അവിടെ ഉണ്ടാകും. തിരിച്ചു വരുമ്പോൾ ചോദിക്കും, എടാ അബ്ദുള്ള അങ്ങോട്ട് വന്നേ, ഏതൊക്കെ ആയത്തെ ഇറങ്ങിയത്, റസൂൽ എന്തൊക്കെ പഠിപ്പിച്ചത്, നീ ഒന്ന് പറഞ്ഞേ. അപ്പോൾ ഷാമിലും കൂഫയിലൊക്കെ പോയിട്ട് ഉമർ ഖത്താബ് തിരിച്ചു വരുമ്പോൾ മോനോട് ചോദിച്ച് ദീൻ പഠിക്കാമെന്നാ. എന്തേ? ബാപ്പാക്ക് ഇത് പഠിച്ചില്ലെങ്കിലും കച്ചവടം നന്നായിട്ട് നടക്കൂലേ. പക്ഷേ അവിടെ ഒരു കച്ചവടം ഉപകാരപ്പെടാത്തൊരു ദിവസം, ഒരാളും സഹായിക്കാനും ശുപാർശ ചെയ്യാനും പറ്റാത്തൊരു ദിവസത്തിൽ, നാളിൽ എനിക്ക് അഭയമേകുക എൻ്റെ റബ്ബ് പറഞ്ഞതനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് ഒന്നും വിട്ടുപോകരുത്, എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്ന. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് ഈ റമദാൻ. അതൊരു തുടക്കമാകണമെന്നാണ്. അതൊരു തുടക്കമാകണം. ചില ആളുകൾ ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവർ അത് നിർത്താൻ ശ്രമിക്കുക, നല്ല കാര്യമല്ലേ. മദ്യപാനം ശീലിച്ച ഒരാൾ മദ്യപാനം അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. പഞ്ചസാര കഴിച്ചുകൊണ്ടിരുന്ന ആൾ പഞ്ചസാര കുറക്കുക. ഞാൻ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഒരു 6 മാസത്തോളം എന്ത് കുടിക്കാണെങ്കിലും മധുരം കുറച്ച് കുടിച്ചു. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് പറ്റ ഉപേക്ഷിച്ചു. ഇപ്പോൾ മധുരമുള്ളൊരു സാധനം തരുമ്പോൾ വലിയ പ്രയാസം നാവിലേക്ക് വയ്ക്കാൻ. നമുക്ക് പറ്റാത്തതും സാധിക്കാത്തതുമായ കാര്യമൊന്നുമില്ല. രാവിലെ മോർണിംഗ് വാക്കിന് സുബഹി കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരുന്ന ആളല്ലേ. അപ്പോൾ കൂട്ടുകാരൻ ആ ലാബെത്തിയപ്പോൾ അവനൊന്ന് കയറി. അവൻ പറഞ്ഞു, എടാ നീ നടന്നോ? എന്തേ? എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. നീ ടെസ്റ്റ് ചെയ്യണം, ഞാനും ടെസ്റ്റ് ചെയ്യാം. ഇവനൊരാഗ്രഹം. ഓക്കെ, കൊടുത്ത് 800 രൂപ കൊടുത്ത് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എന്തിലോട്ട്. എപ്പം ചോദിച്ചു, ഇത് എന്തിനാ നീ ടെസ്റ്റ് ചെയ്തേ? ഡോക്ടർ ഒന്ന് കണ്ടേക്കാന്ന് ചോദിച്ചൊരു ചെക്കപ്പ്. എന്നാ ഞാനും. നീ ഏത് ഡോക്ടറെ? നമ്മുടെ ഫിസിഷ്യൻ. ഫിലിപ്പ് ഡോക്ടർ. ഓക്കെ, ഞാനും വരാം. എല്ലാ ദിവസവും സുബൈക്ക് പോണ ആളാ. അവിടെ കൊണ്ടുപോയി റിപ്പോർട്ട് നോക്കിയപ്പോൾ മറ്റേ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു, ശരി എന്ന് പറഞ്ഞ് പുറത്തിരുത്തി. അടുത്ത ആളെ വന്ന് അദ്ദേഹം വായിച്ചു. എന്നിട്ട് പറഞ്ഞേ, നിങ്ങൾ ഒറ്റക്കാണോ എന്ന് ചോദിച്ചു. ശരി. വീട്ടിൽ വേറെ മക്കളില്ലേ? ഉണ്ട്. വൈഫില്ലേ? ഉണ്ട്. ശരി. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ പുറത്തിരുത്തിയിട്ട് കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിന് മാരകമായ അസുഖം, ലാസ്റ്റ് സ്റ്റേജാണ്. ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ എൻ്റെ പ്രിയപ്പെട്ട മുതിർന്ന ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറയാവുന്ന ഒരു ഹനീഫക്ക മരണപ്പെട്ടു. നമ്മൾ കൊച്ചിയിലെ ജങ്കാർ ഇറങ്ങി ചെല്ലുമ്പോൾ വലതുവശത്ത് കാണുന്ന ഫ്രൂട്ട്സ് ജ്യൂസൊക്കെ വിൽക്കുന്ന കടയിൽ വർഷങ്ങളായി കച്ചവടം ചെയ്യുന്ന, അത്യാവശ്യമൊക്കെ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. അധ്വാനശീലനായിരുന്നു, കഠിനാധ്വാനിയായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ലാസ്റ്റ് സ്റ്റേജിലാണ് അസുഖം തിരിച്ചറിഞ്ഞത്. ഏകദേശം 1 മാസം അദ്ദേഹം ജീവിച്ചുള്ളൂ. ഇന്നലെ മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച അദ്ദേഹത്തെ ഖബറടക്കി. വെള്ളിയാഴ്ച രാവിലെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് ശ്വാസം മുട്ടായിട്ട് കൊണ്ടുപോയി, മരണപ്പെട്ടു. തിരിച്ചു കൊണ്ടുവന്നു. ഒരു മകൻ വരാനുണ്ടായിരുന്നു, ആ മകന് വേണ്ടി കാത്തു. 7 മണിക്ക് മഗ്‌രിബിന് ശേഷം ഖബറടക്കി. നൈമിഷികമായ ജീവിതം. ഈ മനുഷ്യൻ്റെ നല്ല ഉഷാറായിട്ട് നടന്ന ആളാണ്. ഒരു ടെസ്റ്റിൽ അവിടെ അവസാനിക്കാം. ഇത്രയൊക്കെ നമ്മുടെ ജീവിതമുള്ളൂ. അതുകൊണ്ട് ഞാൻ റെഡിയാണോ? ഇതിന് ഉത്തരം ഞാനല്ലാത്ത മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ നിൽക്കരുത്. ഞാൻ പറയാൻ തയ്യാറാകുക. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു റമദാനാക്കി മാറ്റണം. ഈ റമദാൻ നമുക്ക് വിജയിപ്പിച്ചെടുക്കണം. ഈ റമദാൻ നമ്മുടെ മോക്ഷത്തിന് കാരണമാകുന്ന, നമ്മുടെ രക്ഷയ്ക്ക് അള്ളാഹുവിൻ്റെ തണൽ നമുക്ക് കിട്ടുന്ന, അല്ലേ, നല്ല ഗുണങ്ങളുടെ വാഹകരായിത്തീരാൻ നമ്മെ സഹായിക്കുന്ന ഒരു റമദാനാക്കി മാറ്റണം. മാറ്റങ്ങൾ ഉണ്ടാകണം. അകന്ന മനസ്സുകൾ അടുക്കണം, സ്നേഹിക്കണം. അല്ലെങ്കിൽ നമ്മൾ മുനാഫിക്കളായിട്ട് മരിച്ചുകൊണ്ടിരും. ഒരു എക്സ്ക്യൂസും ഇല്ല. ഫിദ്ദർക്കിൽ അസ്ഫൽ എന്ന് പറഞ്ഞാൽ നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾ ആരാ? റസൂലുള്ളാഹിയുടെ സഫിൻ്റെ തൊട്ട് ബാക്കിലേക്കാണ് ആളുകളെ കുറിച്ച് പറയണം. പള്ളിയുടെ പുറത്ത് തലകുത്തി മറിയുന്ന ആളുകളെ കുറിച്ചല്ല, നരകത്തിൻ്റെ അടിത്തട്ടിലെ ആളുകൾ. അവരുടെ സ്ഥാനം പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ വേറെ ആളുണ്ടോ? ഇല്ല. ഖുർആൻ പറഞ്ഞതാണ് ദർക്കിൽ അസ്ഫൽ. എന്താ കാര്യം? കപട മനസ്സ്. ചിരിക്കും, പക്ഷേ ശരിയാക്കാടാ എന്നോർമ്മ ചിരിയാ, തട്ടിക്കളയുന്ന ചിരിയാ,
ഇത് ശരിയാകത്തോടത്തോളം കാലം ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ഒരു നമസ്കരിക്കാനേ വരേണ്ട കാര്യമില്ല. കാരണം എന്താ, ഇത് ശരിയാകണം. ഈ മനസ്സ് ശുദ്ധീകരിക്കുക എന്നതാണ് ഈ മൗഇദത്തുൻ, ഈ സതുപദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ പ്രയാസങ്ങളും തീർക്കാൻ ഈ ശമനാവശ്യത്തിന് കഴിയുമെന്ന് പറയുന്നത്, രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയണം, നമ്മളിൽ ഒരാളുമല്ല, മറിച്ച് പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ നടത്തുന്ന രാജാതിരാജനായ അല്ലാഹുവാണ്. ഇത് നമ്മുടെ മനസ്സിന് ശിഫയേകണം. ഖുർആൻ എനിക്ക് സമാശ്വാസമായിട്ടുള്ളൂ എന്ന്. അതുകൊണ്ട് വിശുദ്ധമായ മാസത്തിൻ്റെ തുടക്കം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ആയുസ്സോടുകൂടി നമ്മളുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 2018 പ്രളയം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 2020 21 ഒക്കെ കോവിഡ് കാലത്തെ ഭീതിതമായെന്ന ആ ദിവസങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാനീ പറഞ്ഞ 8ഉം 9ഉം കാറുകളുള്ള മുതലാളിയടക്കം എൻ്റെ പ്രദേശമായ ആലുവയിൽ UC കോളേജിലായിരുന്നു ഏറ്റവും വലിയ ദുരിതാശ്വാസ ക്യാമ്പ്. വലിയ കോമ്പൗണ്ടാണ് UC കോളേജ്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ്. അവിടെ ഈ ബ്രെഡിനും കറിക്കും വേണ്ടി ഇങ്ങനെ നിന്നത് ഇതുപോലെ ഒരുപാട് വാഹനങ്ങളുള്ള ആളുകളാണ്. അന്ന് അവർ ജീവൻ രക്ഷപ്പെട്ടതിലുള്ള സന്തോഷത്തിലാണ്. അങ്ങനെ പ്രളയത്തെയും കോവിഡിനെയും അതിജയിച്ച് ആ നെഞ്ചിടിപ്പോടുകൂടി ഈ പള്ളിയിൽ ഈ സമയത്ത് ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം ചെയ്തിട്ട് തോറ്റു തുന്നമ്പാടി പടച്ചോനെ കണ്ടുമുട്ടണോ വേണ്ടേന്ന് നമ്മളാണ് തീരുമാനിക്കാൻ. ഇത്രയേ ഉള്ളൂ ഈ റമദാൻ്റെ സന്ദേശം. പരമകാരുണികനായ അല്ലാഹുവേ, നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ കേൾക്കുന്നതും പഠിക്കുന്നതുമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദീൻ ജീവിതത്തിൽ പകർത്താനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. വിട്ടുവീഴ്ചയും വിശാലതയും കാണിക്കുന്ന മനുഷ്യരിൽ നാഥ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ജന്നാത്തുൽ ഫിർദൗസിൽ വിശ്വാസികളെ കൂട്ടമായി ആനയിക്കപ്പെടുമ്പോൾ നാഥ അവരിൽ ഒരാളായി തീരാൻ നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, അള്ളാഹുവെ മരണപ്പെട്ടു പോയ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. പടച്ചവനെ, ഞങ്ങളോടൊപ്പം ജീവിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുമക്കൾ, പടച്ചവനെ വഴിതെറ്റാതെ അവരെ നീ കാക്കേണമേ തമ്പുരാനെ. അവരെ പള്ളിയിലേക്ക് ക്ഷണിക്കാൻ, കൂടെ നന്മകളിലേക്ക് നയിക്കാൻ, കൂടെ ചേർക്കാൻ, സതുപദേശങ്ങൾ നൽകാനുള്ള ആഫിയത്തും ആരോഗ്യവും ബോധവും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, സ്വതക്കകൾ, നല്ല വാക്കുകൾ, സാരോപദേശങ്ങൾ, പുണ്യകരമായ പ്രവർത്തനങ്ങൾ എല്ലാം പടച്ചവനെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ, അപരാധങ്ങൾ, അപവാദങ്ങൾ, ന്യൂനതകൾ, അപാകതകൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ എല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് യഥാർത്ഥ ജ്ഞാനവും അറിവും നേടുന്ന നല്ല സന്താനങ്ങളായി ഞങ്ങൾക്ക് കണ്ണിന് കുളിർമയുള്ളവരായി അവരെ കാണാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഇഹലോകത്തും പരലോകത്തും നാഥ ഞങ്ങൾക്ക് നന്മകൾ നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. പടച്ചവൻ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, വ്യാപാരങ്ങൾ, ഞങ്ങളുടെ ജോലികൾ, അതിലെല്ലാം നാഥ നീ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, അതിൽ നീ ബർക്കത്തിനെ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നീ എന്നും കരുണയുള്ളവനായി തീരണമേ തമ്പുരാനെ. വലിയ ദുരന്തങ്ങൾ, അപകടങ്ങൾ, മാറാരോഗങ്ങൾ, പ്രയാസങ്ങളിൽ നിന്നെല്ലാം അല്ലാഹുവേ ഞങ്ങളെ കരകയറ്റണമേ തമ്പുരാനെ. രോഗികളായി പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങൾ ഞങ്ങൾക്കുണ്ട് നാഥ. ഞങ്ങൾക്കെല്ലാം നാഥ നീ ശിഫയെ പ്രദാനം ചെയ്യണമേ, ശമനത്തെ നീ പ്രദാനം ചെയ്യണമേ. സർവോപരി നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹുവേ നിൻ്റെ വീട്ടിൽ സന്തോഷത്തോടുകൂടി അച്ചടക്കത്തോടുകൂടി ഒരുമിച്ച് കൂടിയതുപോലെ നാഥ ഞങ്ങൾക്കെല്ലാം നിൻ്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.